Warning, radioactive zone detected. You are listening to Radio Vibe Kuwait. ഹലോ, നമസ്കാരം പ്രിയമുള്ളവരെ. റേഡിയോ വൈബിൽ പ്രവാസിയുടെ ശബ്ദം ആരംഭിക്കുന്നു. ഇന്ന് നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് വളരെ ശാന്തവും സമാധാനവുമുള്ള ഒരു ദിവസമായിരുന്നു. കാര്യമായ അപായ മുന്നറിയിപ്പുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇനിയുള്ള ദിവസങ്ങളിലും ഈ തരത്തിൽ യുദ്ധത്തിൻ്റെ ആ ഒരു ഭീതി ഒഴിഞ്ഞു പോകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമുക്ക് ആരംഭിക്കാം. ഇന്ന് വൈകിട്ട് 6:30 ആഭ്യന്തര മന്ത്രാലയവും പ്രതിരോധ മന്ത്രാലയത്തിലെയും ഉദ്യോഗസ്ഥരൊക്കെ സംയുക്തമായി വാർത്താസമ്മേളനം നടത്തിയിരുന്നു. വാർത്താസമ്മേളനത്തിലെ ചില വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. നിലവിലെ കുവൈത്തിലെ സാഹചര്യങ്ങൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെന്ന് ആഭ്യന്തര മന്ത്രാലയ വക്താവ് ബ്രിഗേഡിയർ ജനറൽ നാസർ ബു സുലൈബ് അറിയിച്ചിട്ടുണ്ട്. സുരക്ഷാ സേന 24 മണിക്കൂറും ജാഗ്രതയിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മിസൈലുകളുടെയും ഡ്രോണുകളുടെയും 15ഓളം അവശിഷ്ടങ്ങൾ കണ്ടെത്തി നീക്കം ചെയ്തു. ആക്രമണം തുടങ്ങിയത് മുതൽ ഇതുവരെ ആകെ 329 സ്ഫോടക വസ്തുക്കളുടെ അവശിഷ്ടങ്ങളാണ് കണ്ടെത്തി നശിപ്പിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2 തവണ മാത്രമാണ് അപകട സൈറൺ മുഴങ്ങിയത്. ഇതുവരെ ആകെ 82 തവണയാണ് ഇത്തരത്തിൽ സൈറണുകൾ സജീവമാക്കിയത്. ഇന്ന് രാജ്യത്തിൻ്റെ വ്യോമാതിർത്തി ലംഘിക്കാൻ ശ്രമിച്ച 2 ബാലിസ്റ്റിക് മിസൈലുകളും ഒരു ഡ്രോണും വിജയകരമായി തകർത്തതായും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇന്നിപ്പോൾ സ്റ്റുഡിയോയിൽ എന്നോടൊപ്പം വിനോദ് വലൂപ്പറമ്പിലുണ്ട്. അദ്ദേഹം ലോക കേരള സഭ അംഗമാണ്. കുവൈത്തിലെ അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. കേരള അസോസിയേഷൻ്റെ സജീവ മെമ്പറാണ്. അതോടൊപ്പം തന്നെ കുവൈറ്റിലെ ഏറ്റവും പ്രസിദ്ധമായ നോട്ടം അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഡയറക്ടർ കൂടിയാണ്. നമസ്കാരം വിനോദേട്ട. നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ വളരെ ഒരു ആശ്വാസം പകരുന്ന ഒരു ദിനമായിരുന്നു. കൂടുതലായിട്ടുള്ള സംഭവവികാസങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. മേഖലയിലെ ഒരു സാഹചര്യം തണുക്കുന്നതിൻ്റെ ഒരു സൂചനയാണോ ഇത്? തീർച്ചയായിട്ടും പല വിധത്തിലുള്ള ഇൻ്റർവെൻഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ചൈനയുടെ ഭാഗത്തു നിന്നും റഷ്യയുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ ഇതിൽ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നങ്ങൾ തീർക്കുവാനുള്ള ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്കറിയുന്നത്. അപ്പോൾ ഏതാനും ദിവസങ്ങൾക്കകം അല്ലെങ്കിൽ കുറച്ച് നാളുകൾ നീണ്ടാൽ തന്നെ 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളും തീരുമെന്നുള്ളൊരു വിശ്വാസമാണ് നമുക്കുള്ളത്. ഇതിപ്പോൾ നമ്മൾ ഇന്നലെയൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് ഈ വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം, അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് എംബാർഗോ, ആ ഒരു സംഭവമാണ് ഇപ്പം കുവൈറ്റിലെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രയാസകരമായിട്ടുള്ളത്. കുവൈറ്റിലേക്ക് വരാനോ അല്ലെങ്കിൽ കുവൈത്തിൽ നാട്ടിലേക്ക് പോകാനോ പറ്റാത്തൊരു സാഹചര്യം. നാട്ടിലേക്ക് പോകാൻ ഇപ്പോൾ ചില വഴികളൊക്കെ, ഒരു പ്രോക്സി വഴികളൊക്കെ തുറന്നു വന്നിട്ടുണ്ട്. സൗദി വഴിയൊക്കെ പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ഇത് നീണ്ടു പോവുകയാണെങ്കിൽ ഏതൊക്കെ തരത്തിലാണ് ഇത് ബാധിക്കുക? അതിൻ്റെ ഒരു സാമ്പത്തിക തലവും അതുപോലെ സാമൂഹികമായ പ്രത്യാഘാതങ്ങളൊക്കെ ഏതൊക്കെ തരത്തിലായിരിക്കും? നമ്മുടെ പ്രധാനമായിട്ട് ഇവിടെയുള്ള ഇമ്പോർട്ട് അതുപോലെ എക്സ്പോർട്ട് എന്നുള്ളതാണ് ഇതിൽ ബാധിക്കുന്ന ഒരു പ്രധാനമായിട്ടുള്ളൊരു വിഷയം. നമ്മൾ ഇമ്പോർട്ടിനെ കുറിച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ചിട്ടുള്ള ഒരു രീതിയിൽ നോക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു. ഇവിടെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെയൊക്കെയും ഇമ്പോർട്ട് ഇന്ത്യയിൽ നിന്ന് വളരെയധികമുണ്ട്. അപ്പോൾ ഞാൻ നാട്ടിൽ തന്നെ ചില എക്സ്പോർട്ട് ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലായത്, ഈ പെരിഷബിളായിട്ടുള്ള ഐറ്റംസ് എല്ലാം തന്നെ വളരെ അധികം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ സാമ്പത്തികമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ രീതിയിൽ തന്നെ ഇവിടെ നിന്നുള്ള ഇമ്പോർട്ട് നമുക്ക് ഇന്ത്യയിലേക്ക് വരുന്നത് മെയിൻ ക്രൂഡ് ഓയിലാണ്. ആ ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് വരാത്തത് കൊണ്ട് ഒരുപാട് ഇൻഡസ്ട്രിയെ തന്നെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. LPGയുടെ വരവ് കുറയുന്നു, അതുപോലെ പെട്രോളിയം പ്രോഡക്ട്സിൻ്റെ വരവ് കുറയുന്നു. അപ്പോൾ അവിടെയുള്ള പല സ്റ്റീൽ ഫാക്ടറികളും അതുപോലുള്ള മറ്റുള്ള അഗ്രികൾച്ചർ പ്രോഡക്ട്സും എല്ലാം തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറികളുടെ പ്രവർത്തനങ്ങളെ പോലും അത് ബാധിക്കുന്നു. LPGയുടെ വില കൂടുന്നു. അതുപോലെ ഇത് കൂടുതൽ കാലം നീണ്ടു നിന്നാൽ ഒരു ഇൻഫ്ലേഷന്, ശക്തമായിട്ടൊരു ഇൻഫ്ലേഷൻ തന്നെ ഇന്ത്യയിലുണ്ടാവാം. ഇന്ത്യയുടെ കറൻസിയുടെ വാല്യൂ അഗെയിൻസ്റ്റ് ഡോളർ അത്
വീണ്ടും കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ 299 300 എന്നുള്ളത് അത് വീണ്ടും കൂടിപ്പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അല്ല, ഈ ചില ഈ അവലോകനങ്ങളൊക്കെ, സാമ്പത്തിക അവലോകനങ്ങളിലൊക്കെ ആഗോളതലത്തിൽ തന്നെ ഒരു റിസഷൻ്റെ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ പോകുന്നു എന്നുള്ള രീതിയിലുള്ള സൂചനകളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഇത് ഈ ഒരു യുദ്ധം മിഡിൽ ഈസ്റ്റിലെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധമൊക്കെ കുറേ കാലമായിട്ട് നീണ്ടു പോകുന്നുണ്ട്. ഈ ഒരു യുദ്ധം ആ തരത്തിൽ ഏതെങ്കിലും വലിയ രീതിയിൽ ഒരു സാമ്പത്തിക ആഘാതം, ഒരു ആഗോള സാമ്പത്തിക മാന്ദ്യം എന്നുള്ള തലത്തിലേക്ക് വളരുമോ? അതിനുള്ള സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ധനത്തിൻ്റെ ഏകദേശം 1/5 ഓഫ് ക്രൂഡ് ഓയിൽ ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്രൂഡ് ഓയിൽ പുറത്തു പോയില്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ടും മറ്റുള്ള രാജ്യങ്ങളിലെ ഇന്ധന ഇല്ലായ്മ അവിടെ ഉണ്ടാകും. അതിനനുസരിച്ചുള്ള ഇൻഫ്ലേഷൻസ് ആ കൺട്രിയിലുണ്ടാകും. അതിൻ്റെ എന്താ പറയുക, ഇൻഡസ്ട്രിയലായാലും മറ്റുള്ള രീതിയിലുള്ള എല്ലാ പ്രൊഡക്ഷനെയും അത് ബാധിക്കും. അപ്പോൾ അത്തരത്തിൽ അത് ആ രാജ്യങ്ങളിലുള്ള സാധനങ്ങളുടെ പ്രൊഡക്ഷൻ ഇല്ലായ്മ ഉണ്ടാകുന്നതോടുകൂടി തന്നെ ഇൻഫ്ലേഷൻ കൂടും. ഇപ്പോൾ തന്നെ കുവൈത്തിൽ നമ്മുടെ ഇന്ത്യൻ പ്രോഡക്റ്റ്, പച്ചക്കറി അതുപോലുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ഒരു ക്ഷാമം അനുഭവപ്പെട്ട് തുടങ്ങി എന്ന് തോന്നുന്നുണ്ട്. പല സ്ഥാപനങ്ങളിലും നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന പല പ്രോഡക്റ്റുകളും ലഭ്യമല്ലാതായി തുടങ്ങിയിട്ടുണ്ട്. അതൊരു പക്ഷേ ഇതൊരു ഈ ലോജിസ്റ്റിക്കൽ പ്രോബ്ലം ഉള്ളത് കൊണ്ടായിരിക്കും. അത് മറികടക്കാനുള്ള ശ്രമങ്ങളൊക്കെ പലതരത്തിലും ഈ അധികൃതരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്. വാണിജ്യ മന്ത്രാലയം നിരന്തരം റെയ്ഡുകൾ നടത്തുന്നുണ്ട്. മാർക്കറ്റുകൾ, സൂപ്പർ മാർക്കറ്റുകളും സൂക്കുകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ വില കൂട്ടി വിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളത് കണ്ടുകൊണ്ട്. പക്ഷേ പൊതുവെ ജനങ്ങളൊക്കെ പറയുന്നത് പല സ്ഥാപനങ്ങളും പല സ്റ്റോറുകളും ഇപ്പോൾ തന്നെ വില കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. പരാതി എന്തെങ്കിലും അത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ പരാതിപ്പെടണം എന്ന് നിരന്തരം അധികൃതർ ആവശ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ ഹോട്ട്ലൈൻ നമ്പറും കാര്യങ്ങളൊക്കെ 135 എന്ന നമ്പറിലേക്ക് അവരറിയിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും പക്ഷേ ചില സമയങ്ങളിൽ ഇത്തരം ഒരു വില കൂടൽ നമ്മുടെ എസെൻഷ്യൽ ഉൽപ്പന്നങ്ങൾക്ക്, നിത്യോപയോഗ സാധനങ്ങൾക്കൊക്കെ വില കൂടുന്നത് ഇതിൻ്റെ ഒരു ഭാഗം തന്നെയല്ലേ? അല്ല, തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അവശ്യ വസ്തുക്കളുടെ ലഭ്യത കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ കരിഞ്ചന്ത വിൽപ്പനയ്ക്കുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഈവൻ ഗ്യാസിൻ്റെ വിൽപ്പന പോലും പല സമയങ്ങളിൽ നമുക്ക് കണ്ടിട്ടുണ്ട്. കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഇതേപോലെ തന്നെയായിരുന്നു. ഗ്യാസ് വീട്ടിൽ കൊണ്ടുതരുന്നതിന് 4 രൂപ 5 KD എന്നീ രീതിയിൽ വാങ്ങിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും എന്നുള്ളതാണ് തോന്നുന്നത്. Warning, radioactive zone detected. You are listening to Radio Vibe Kuwait. പ്രിയമുള്ളവരെ, പ്രവാസിയുടെ ശബ്ദം തുടരുകയാണ്. റേഡിയോ വൈബിൻ്റെ ആപ്ലിക്കേഷനിൽ കോൺടാക്റ്റ് ബട്ടൺ ഇപ്പോൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ചർച്ചയിൽ, സംവാദത്തിൽ പങ്കുചേരാൻ സാധിക്കും. നിങ്ങളെ ഇവിടെ നിന്ന് തിരിച്ചു വിളിക്കുന്നതായിരിക്കും. വിനോട്ട, നമ്മളിപ്പോൾ ഇവിടുത്തെ അപ്ഡേറ്റുകളെക്കുറിച്ച് പറഞ്ഞാണ് തുടങ്ങിയത്. ഇന്നിപ്പോൾ കാര്യമായ ആശങ്കപ്പെടാനുള്ള സാഹചര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാഷ്വലായ കാര്യങ്ങളിലേക്ക് ചർച്ച ഡൈവേർട്ട് ചെയ്യാമെന്ന് തോന്നുന്നു. വിനോട്ടൻ ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് നോട്ടത്തെക്കുറിച്ച് തന്നെ ആയിരിക്കും. നോട്ടം എന്നുള്ളത് കുവൈറ്റിലൊരു ഐക്കണിക് പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവലായി മാറി ഇരിക്കുകയാണ്. എങ്ങനെയാണ് ഇപ്പോൾ 12 വർഷം കഴിഞ്ഞു അല്ലേ? അതെ, 12ാമത്തെ വർഷം കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് നോട്ടം പോലുള്ള ഒരു പ്രവാസ ലോകത്തൊട്ടും സാധ്യമല്ലാതിരുന്ന ഒരു സംഗതി ഇത്രയും ഒരു ഡിക്കേഡിന് മുകളിൽ വിജയകരമായി കൊണ്ടുപോകുന്നു? അതിൻ്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു? അല്ല, കേരള അസോസിയേഷൻ ആദ്യം നാടക മത്സരവും മറ്റും നടത്തിക്കൊണ്ടിരുന്ന സമയമുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മളുടെ KSNA കുവൈറ്റിൽ നാടക മത്സരം കൊണ്ടുവരുന്നു. GCC മൊത്തം തന്നെ നാടക മത്സരങ്ങൾ നടക്കുകയാണ്. അപ്പോൾ നാടകത്തിനൊരു വേദി ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ പിന്നീടുള്ളൊരു വേദി എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്നത്, അതായത് നാടകത്തിൻ്റെ ഒരു ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് പ്രാക്ടീസിനും മറ്റുള്ള കാര്യങ്ങളും ഒരു മാസത്തോളം തന്നെ അതിൻ്റെ പുറകിൽ തന്നെ ചിലവഴിക്കണം.
അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ടായിരിക്കാം. പക്ഷേ സൃഷ്ടിപരമായിട്ടുള്ള കഴിവുകളുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ആ സൃഷ്ടി പ്രദർശിപ്പിക്കാനായിട്ട്, അവരുടെ ആ കഴിവ് പ്രദർശിപ്പിക്കാനായിട്ട് ഒരു വേദി എന്നുള്ള രീതിയിലേക്കാണ് ഷോർട്ട് ഫിലിം എന്നുള്ളൊരു മാധ്യമത്തെ ഞങ്ങൾ കാണുന്നത്. അത്തരത്തിലുള്ളൊരു ആശയം അവതരിപ്പിച്ചപ്പോൾ അസോസിയേഷനിലെ എല്ലാവർക്കും സന്തോഷമായിരുന്നു. പക്ഷേ അത് എങ്ങനെ നടത്താം, ഇവിടെ കുവൈറ്റിൽ ഇത് വിജയിക്കുമോ എന്നുള്ളൊരു സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം കുവൈറ്റിനെ സംബന്ധിച്ചിട്ട് ഇവിടെ ഷൂട്ടിംഗ് മറ്റുള്ള കാര്യങ്ങളും തന്നെ വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു വിഷയമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യം കുവൈറ്റിൽ എങ്ങനെ വിജയിപ്പിക്കും എന്നുള്ളൊരു സംശയമുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആദ്യത്തെ ഫിലിം ഫെസ്റ്റിവൽ തന്നെ നടത്തുമ്പോൾ ഏകദേശം 13 ഫിലിംസ് കുവൈറ്റിൽ നിന്ന് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ അത് വളരെയധികം വിജയം ആയിരുന്നു എന്ന് തന്നെ പറയാം. പ്രവാസി ഓഡിറ്റോറിയത്തിലാണ് നമ്മൾ നടത്തിയത്. വളരെ ഒരു ചെറിയ ഓഡിറ്റോറിയമാണ്, ഒരു 300-400 ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഓഡിറ്റോറിയമാണത്. പക്ഷേ ഒരുപാട് ആളുകൾ വന്നു, ആ ഓഡിറ്റോറിയം നിറഞ്ഞു എന്ന് തന്നെ പറയാം. ഇപ്പോൾ മുബാറക് അമൃത്ത് ടെലിഫോൺ ലൈനിലുണ്ട്. മുബാറക്, ഇന്ന് നമ്മുടെ അതിഥി വിനോദ് വലൂപ്പറമ്പിൽ പ്രത്യേകം പരിചയപ്പെടുത്തണ്ടല്ലോ. എന്താണ് നമ്മുടെ നോട്ടത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മുബാറക്കിന് ചേരാം. നോട്ടം ഫിലിം ഫെസ്റ്റിവൽ, യെസ്. ഒരുപക്ഷെ 2-3 സ്ഥലങ്ങളിൽ ബഹ്റൈനിലും യുഎഇയിലും എല്ലാം പലതരത്തിലുള്ള ഭാരതം മെമ്മോറിയൽ ഫിലിം ഫെസ്റ്റിവൽ, കേരള ഫിലിം ഫെസ്റ്റിവൽ എല്ലാം ഒരു കാലത്ത് യാദൃശ്ചികമായി പോയി അറ്റൻഡ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവുകയും പിന്നീട് എല്ലാ വർഷവും ഒരു ഉത്സവം കാണാനിരിക്കുന്ന സ്ഥിതിയോടുകൂടെ കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രേക്ഷകൻ കൂടെയാണ്. കേൾക്കുന്നുണ്ടോ? ഇതിന്റെ ഒരു നോട്ടം ഫെസ്റ്റിവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രവാസ ലോകത്തുള്ള എല്ലാ പരിമിതികൾക്കുള്ളിലും നിന്നുകൊണ്ട്, ഇവിടെയുള്ള നിയമസംഹിതക്കുള്ളിൽ നിന്നുകൊണ്ട് വളരെ വളരെ അധികം കലാകാരന്മാരുടെ ഒരു പരിശ്രമത്തിന്റെ ഫലമായി, അതിന്റെ സംഘാടകരുടെ വളരെ ഉത്തരവാദിത്തപരമായിട്ടുള്ള ഇടപെടലുകളുടെ ഫലമായി നടക്കുന്ന ഒരു ബൃഹത്തായ ഒരു പരിപാടിയാണ്. നമ്മുടെ കുവൈത്തിൽ മാത്രമല്ല, മറ്റേതൊരു GCC കൺട്രീസിനെ സംബന്ധിച്ചാണെങ്കിലും നമുക്ക് ഇവിടെ കിട്ടുന്ന സബ്ജക്റ്റുകൾ, വ്യത്യസ്തതകൾ, അതിൽ പലരും നടത്തുന്ന പല പരീക്ഷണങ്ങൾ, അത് വളരെയധികം എനിക്കൊന്ന് കഴിഞ്ഞ തവണത്തെ ജൂറി തന്നെ എടുത്തു പറഞ്ഞിരിക്കുന്ന പല വിഷയങ്ങളുണ്ട്. കാരണം പല മേഖലകളും കാണാത്ത രീതിയിലുള്ള പരീക്ഷണങ്ങൾ പ്രവാസ ലോകത്തുള്ള പരിമിതിക്കുള്ളിൽ ജോലി തിരക്കുകൾക്ക് മാറ്റി അതിന്റെ ഇടയിലെല്ലാം ആളുകൾ കണ്ടെത്തി ഒരു ഫിലിം ഫെസ്റ്റിവൽ വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രധാനമാണ്. അപ്പം ഇവിടെ നിന്ന് ഫിലിം ഫെസ്റ്റിവലിൽ ഹൈലൈറ്റുകളായിട്ടുള്ള ഫിലിമുകൾ മറ്റു പല മേഖലകളിലും പിന്നീട് പോയിട്ട് സമ്മാനങ്ങൾ വാങ്ങുന്നത് നമുക്ക് കണ്ടു. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് വിഷയദാരിദ്ര്യം ഇല്ല എന്നുള്ളൊരു പ്രധാന ഘടകമാണ് പ്രവാസ ലോകത്ത്. തുടക്കകാലങ്ങളിൽ പ്രവാസ ലോകത്തെ ഫിലിം ഫെസ്റ്റിവലിൽ മിക്കതും പ്രവാസികളുടെ ഒരു ആടുജീവിത കഥകളുമായിട്ട് അത്തരത്തിലുള്ള ഒരു വൈബ്രന്റ് ആയിട്ടുള്ള കഥകളായിരുന്നു. പക്ഷേ ഇന്ന് സമൂഹത്തിന്റെ വിവിധ മേഖലകളിലെ മൂല്യച്യുതികൾക്കെതിരെ ഒരു ശബ്ദമായി നിലനിൽക്കാൻ ഈ ചിത്രങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു എടുത്തു പറയാൻ പറ്റില്ല. ഇതൊരു ശബ്ദമാണ്. ഒരു ചെറിയ കൂട്ടം ആളുകൾ ഒരു വലിയ കൂട്ടം ജനതയിൽ നിന്നും ഒപ്പിയെടുക്കുന്ന അവരുടെ നൊമ്പരങ്ങളും വേദനകളും സന്തോഷങ്ങളും ചെറിയ ചെറിയ ഫിലിമുകളിലാക്കി അത് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കണം. ഇതിന് വലിയൊരു ആൾക്കൂട്ടം അവിടെ ഉണ്ടെന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. നോട്ടം ഫെസ്റ്റിവൽ കാത്തിരിക്കുന്ന ആളുകൾ വളരെയധികം കൂടിക്കാട്ടുണ്ട്. അതിന്റെ സംഘാടകർക്കും അതോടൊപ്പം തന്നെ പിന്നണിൽ എല്ലാം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കും. തീർച്ചയായും മുബാറക്ക്. ഏതായാലും എനിക്ക് തോന്നുന്നത് കുവൈത്തിൽ നോട്ടത്തിലൊരു സിനിമ കൊടുക്കാത്ത ഒരു പക്ഷേ മുബാറക്ക് മാത്രമേ ഉണ്ടാവും. അടുത്ത ഒരു എഡിഷനിൽ മുബാറക്കിന്റെ ശ്രമിച്ചതാണ്. 2-3 തവണ ഷൂട്ട് ചെയ്തതും എഡിറ്റ് ചെയ്തതായ സാധനങ്ങൾ ഒരുപക്ഷെ എന്താ അറിയില്ല, അതിനുള്ള സമയമായിട്ടില്ലാന്ന് കരുതുന്നു. ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും ഓക്കെ. ഏതായാലും വളരെ നന്ദി. താങ്ക് യു. നമുക്ക് നാളെ നേരത്തെ വരണം. ഇന്നിപ്പോൾ ട്രാഫിക് കൂടിക്കൊണ്ട് റെസ്ക്യൂ സൈഡാണ്. ഓക്കെ, ഓക്കെ, ബൈ. അപ്പോൾ ഇപ്പം മുബാറക്ക് പങ്കുവെച്ച കാര്യം തന്നെയാണ്. കാരണം ഇവിടെ ഇത്ര ഐക്കണിക്കായിട്ട്, അതായത് അല്ലെങ്കിൽ ഒരു നോട്ടം എന്നുള്ള പേര് കൊണ്ട് മാത്രം അറിയപ്പെടുന്ന അങ്ങനെയുള്ള വേറെ പ്രോഗ്രാമുകൾ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ എല്ലാ പ്രവാസത്തിൻ്റെ എല്ലാ മേഖലകളിലെ ആളുകൾ, സ്ത്രീ പുരുഷ അങ്ങനെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തൊഴിൽ മേഖല, അങ്ങനെ ഒരു ഭേദവും ഇല്ലാതെ എല്ലാ ആളുകളും ഒരു ഉത്സവമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു പരിപാടി. ഇപ്പം മുബാറക്ക് പറഞ്ഞ പോലെ തുടക്കത്തിൽ ഈ ആടുജീവിതം, പ്രവാസി, കുബൂസ്, ഇത്തരം സ്റ്റോറികളിൽ നിന്ന് പിന്നെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഇന്നവേറ്റീവായിട്ടുള്ള കുറേ ഫിലിംസ് നമുക്ക് അവരുടെ ജൂറിയുടെ വിലയിരുത്തലും അവരുടെ അവലോകനത്തിൽ നിന്നൊക്കെ കാര്യങ്ങൾ മനസ്സിലാകുന്നത് ഒരുപാട് മാറ്റങ്ങൾ ഈ തോട്ട് പ്രോസസ്സിൽ ഉണ്ടായിട്ടുണ്ട്.
തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നത് തുടക്ക കാലഘട്ടങ്ങളിൽ ആളുകൾ അവർ ജീവിത പരിസരങ്ങളിലൂടെയുള്ള ഒരു നോട്ടം തന്നെയാണ് നടത്തിയിരുന്നത്. അപ്പോൾ അവർ നേരിട്ട് കാണുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്നുള്ള വിഷയങ്ങളിൽ മാത്രം ഊന്നിട്ടായിരിക്കും ആദ്യം ചലച്ചിത്രം ഉണ്ടാകുന്നത്. അതിപ്പോൾ നമ്മളായാലും ഒരു കഥ എഴുതുന്നു, ആ കഥ എഴുതുമ്പോൾ നമുക്കറിയുന്ന ഒരു വിഷയത്തെക്കുറിച്ചായിരിക്കും എഴുതുന്നത്. പിന്നീടായിരിക്കും ഇത് കൂടുതൽ ചിന്താതലത്തിലേക്ക് അവർ പോകുന്നതും മറ്റുള്ള വിഷയങ്ങൾ അവർ മനസ്സിൽ കാണാത്ത വിഷയങ്ങളായിരിക്കും. തുടക്കകാലങ്ങളിൽ അവർ കാണാത്ത വിഷയങ്ങളെക്കുറിച്ചൊക്കെ തന്നെയായിരിക്കും അവർ റിസർച്ച് ചെയ്തിട്ടും കഥ എഴുതുന്ന ഫിലിംസ് എടുക്കുന്ന ആളുകളുണ്ട്. കാരണം ഒരു വിഷയം എടുക്കുമ്പോൾ ആ വിഷയത്തിൻ്റെ ചുറ്റുപാടും അതിൽ ഫാക്ച്വൽ എറർ പോലും ഇല്ലാത്ത രീതിയിലേക്ക് നമ്മൾ സിനിമ എടുക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. കാരണം നിങ്ങളുടെ സൃഷ്ടിയെ വിലയിരുത്താനായിട്ട് ഒരുപാട് ആളുകൾ അവിടെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ആ ഫിലിം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പിറ്റേ ദിവസം തൊട്ട് നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യാനും അഭിനന്ദിക്കാനും ആളുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു ആളുകളെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് വിഷയങ്ങൾ പോലും ആളുകൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്ന ആളുകൾ കുറച്ചുകൂടെ കൂടുതൽ സിനിമകൾ കാണുന്നു, അല്ലെങ്കിൽ സിനിമകൾ കണ്ടതുകൊണ്ടാവും. കാരണം ആദ്യമൊക്കെ സിനിമ തരുന്ന ആളുകൾ ഒരുപക്ഷെ ഷോർട്ട് ഫിലിം എന്ന് കേട്ട് മത്സരം, ആ ഒരു ഫിലിം അവരുടെ ഇപ്പോൾ പറഞ്ഞതുപോലെ അവരുടെ ജീവിത പരിസരം, അവരനുഭവിച്ച യാതനകൾ അല്ലെങ്കിൽ അവർ വായിച്ച കഥകൾ അതൊക്കെ സിനിമയാക്കാൻ ശ്രമിച്ചു. പിന്നീടാണ് ഇവർ ഈ ഒരു ഓരോ നോട്ടത്തിൻ്റെ ഓരോ എഡിഷൻ കഴിയുമ്പോഴും കൂടുതൽ സിനിമകൾ കാണുകയാണ്. പിന്നെ അടുത്ത തവണ അത് കൂടുതൽ നന്നാക്കാനുള്ള ഭാഗമായിട്ട് അന്താരാഷ്ട്ര തലത്തിലുള്ള മികച്ച ഷോർട്ട് ഫിലിമുകൾ കാണുന്നു, അതിൻ്റെ സാങ്കേതിക വശങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഓരോ എഡിഷൻ കഴിയും തോറും അതിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കുവൈത്തിലുള്ള മാത്രം സിനിമകളല്ലെന്ന് തോന്നുന്നു അല്ലേ? അല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഓവറോൾ ഗ്രോത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഈ പ്രവാസി സിനിമകളെ നമ്മൾ വിലയിരുത്തേണ്ടത്? അല്ല, നമ്മൾ പ്രവാസി സിനിമ എന്നുള്ളൊരു കാഴ്ചപ്പാട് മാറ്റണമെന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്രവാസം? മൈഗ്രേഷൻ മനുഷ്യൻ്റെ ഗ്രോത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റുള്ള സ്ഥലത്തേക്ക് മാറുന്നു. ആ സ്ഥലത്ത് നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ ആ കൾച്ചർ കൂടി ക്യാരി ഓൺ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നമാകാം, അല്ലെങ്കിൽ അത് ഗുണം കൂടിയാവാം. മലയാളികളെ സംബന്ധിച്ചാണെങ്കിൽ മലയാളികൾ ഇപ്പോൾ ഒരു 35-40 വയസ്സായിട്ടുള്ള മലയാളികളും അല്ലെങ്കിൽ അതിനേക്കാൾ പ്രായം കൂടുതലുള്ള മലയാളികളെല്ലാം ഒരു നോസ്റ്റാൾജിയ ആയിട്ടുള്ളൊരു കേരളമാണ് അവരുടെ മനസ്സിലുള്ളത്. പക്ഷേ കേരളം തന്നെ ഒരുപാട് മാറിയിരിക്കുന്നു. അപ്പോൾ ഇവർ കേരളത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും മറ്റും കേരളത്തിൻ്റെ പഴയ കാലങ്ങളെക്കുറിച്ച് ഒരു 30 വർഷം മുൻപത്തെ കേരളത്തെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ പുതിയ ജനറേഷൻ എല്ലാം മാറിയിരിക്കുകയാണ്. അവർ തന്നെ എഡ്യൂക്കേഷന് വേണ്ടിയും മറ്റും പുറം രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു മാറ്റങ്ങൾ അവരുടെ കഥകളിൽ പോലും വരാം. നമ്മൾ കാണുന്ന സബ്ജക്റ്റുകളിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരും, സ്വാഭാവികമായിട്ടുള്ളൊരു മാറ്റങ്ങൾ വരും. അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ടെക്നിക്കൽ മേഖലകളിൽ ഉള്ള ഒരു വളർച്ച നമുക്ക് കാണാം. കഴിഞ്ഞ 12 വർഷമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ പരിമിതികളെക്കുറിച്ചായിരുന്നു സിനിമാ പ്രവർത്തകർ പറഞ്ഞിരുന്നത്. ആദ്യത്തെ 3-4 വർഷങ്ങൾ ഇവിടെ കുവൈറ്റിൽ നിന്നുകൊണ്ട് സിനിമ എടുക്കുന്നതിലുള്ള പരിമിതികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പോൾ പരിമിതികളെക്കുറിച്ചുള്ളൊരു സംസാരമില്ല. കാരണം അവർക്ക് മനസ്സിലായി ഈ പരിമിതി എന്നുള്ളത് ഒരു പരിമിതിയല്ല, അതിനെങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ് അവർ ചെയ്യേണ്ടത്. കാരണം വിഷയങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രേക്ഷകരുമായിട്ട് സംവദിക്കാനുള്ള സാധ്യതകളുണ്ട്. സ്റ്റോറി ബോർഡ് വെച്ചിട്ടാണ് ഇപ്പോൾ എല്ലാവരും ഷോർട്ട് ഫിലിം എടുക്കുന്നത് ഇവിടെ. അപ്പോൾ അത്തരത്തിലുള്ള രീതിയിലേക്ക് ടെക്നിക്കലായിട്ട് അവർ വളർന്നു കഴിഞ്ഞു. സ്ക്രിപ്റ്റിംഗ് ഒക്കെ വളരെ കൃത്യമായിട്ട് ചെയ്തു തുടങ്ങിയിരിക്കുന്നു. നേരത്തെ 20 മിനിറ്റ് ഷോർട്ട് ഫിലിമായിരുന്നു, അത് 15 മിനിറ്റാക്കി. ആ 15 മിനിറ്റ് വീണ്ടും 20 മിനിറ്റ് ആക്കണമെന്ന് പറഞ്ഞിരുന്ന ഒരു ഫിലിം മേക്കേഴ്സും ഇവിടെ ഉണ്ടായിരുന്നു. അവർക്കത് പോരാ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ സ്ക്രിപ്റ്റിങ്ങിൽ കൂടുതൽ ശ്രദ്ധിക്കൂ. ഇപ്പോൾ പല സിനിമകളും 7 മിനിറ്റ് 8 മിനിറ്റ് 10 മിനിറ്റ് ഉള്ള രീതിയിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ആ ഏത് മേഖലയിലാണ് ഒരു ഷോർട്ട് ഫിലിമിനെ എന്ന രീതിയിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം അവർക്ക് ബോധ്യമാകുന്നു എന്നുള്ളത് കൂടി നമ്മൾ ഇവിടെ കാണാവുന്നതാണ്. അതിൽ വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, എനിക്ക് തോന്നിയത്,
ഈ നോട്ടം ഇപ്പം മറ്റ് GCCയിലെ ഇപ്പോൾ ദുബൈയൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു സിനിമ സെൻട്രിക് ആയിട്ടുള്ള കുറേ ഈവൻറ്റ്സും കാര്യങ്ങളൊക്കെ നടക്കും. ആളുകൾക്ക് അതുമായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ് പൊതുവേ ഉണ്ടാവും. ഈ കുവൈറ്റ് എന്നുള്ളൊരു കുറച്ചുകൂടെ ആളുകൾ ജോലി ആ രീതിയിലേക്ക് ഒതുങ്ങിക്കൂടുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഒരു ഫെസ്റ്റിവലിലൂടെ ആളുകൾ ഇതിനെക്കുറിച്ച് എഡ്യൂക്കേറ്റഡ് ആവുകയും പിന്നെ മെയിൻ സ്ട്രീം ഫീച്ചർ ഫിലിം പോലുള്ള സ്ഥലങ്ങളിൽ അതായത് സ്വന്തമായിട്ട് സിനിമ എടുക്കുന്ന ഫീച്ചർ ഫിലിം എടുക്കുന്ന ഒരു തലത്തിലേക്ക് വളരുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കമിട്ട ആൾ എന്നുള്ള നിലയിൽ ആ ഒരു വളർച്ചയെ കാണുമ്പോൾ ഇപ്പോൾ കുവൈത്തിൽ നിന്ന് തന്നെ ഒന്നിലേറെ പേര് ഫീച്ചർ ഫിലിം ചെയ്ത് കഴിഞ്ഞു, ഓൾറെഡി ചെയ്യാൻ പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിനെ ഒന്ന് കാണുന്നത്? അല്ല, ഇത് നമുക്ക് വളരെയധികം അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം ഇതിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ശരിക്കും ഫിലിം മേക്കേഴ്സിന് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു നമ്മുടെ ഉദ്ദേശം. അതോടൊപ്പം തന്നെ ഒരു ഫിലിം കൾച്ചർ ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളത് കൂടി. അപ്പോൾ അത്തരത്തിലുള്ളൊരു വളർച്ച കാണുമ്പോൾ വളരെയധികം സന്തോഷമാണ് ഉള്ളത്. പിന്നോട്ട് ഇപ്പോൾ അത്തരത്തിൽ നമ്മൾ ഇപ്പോൾ ഈ നോട്ടമൊക്കെ ആയിട്ട് എപ്പോഴും അടുത്ത് നിൽക്കുന്ന നമ്മളെ സാലി ടെലിഫോൺ ലൈനിലുണ്ട്. സാലി, ഹലോ, കേൾക്കാമോ? നമസ്കാരം. കേൾക്കാം. നമസ്കാരം സാലേ. നമസ്കാരം. വിനോദ്, നമസ്കാരം. എന്തൊക്കെ വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നില്ലേ? സേഫ് അല്ലേ? സുഖമായിട്ടിരിക്കുന്നു. ഇടയ്ക്കിങ്ങനെ ഇപ്പൊ ആളുകൾ സംസാരിക്കുമ്പോൾ ആദ്യം സേഫ് അല്ലേ എന്നാ ചോദിക്കും. നമ്മുടെ സജീഷ് ഏട്ടൻ ദുബായി പോയിട്ട് അവിടെ കുടുങ്ങിപ്പോയി. അവിടെ കുടുങ്ങിയിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് പേര് കുടുങ്ങിയവരുണ്ട്. അതെ, എല്ലാം ശരിയാവും, പെട്ടെന്ന് ശരിയാവും എന്ന് വിചാരിക്കാം. നമ്മളിങ്ങനെ സംസാരിച്ചിരുന്നത് നോട്ടത്തെ കുറിച്ചായിരുന്നു. അപ്പൊ നോട്ടത്തെ കുറിച്ച് സാലിക്ക് തന്നെ ഒരുപാട് പറയാനുണ്ടാവുമല്ലോ. ഉറപ്പായിട്ടും. നോട്ടത്തിന്റെ ഫസ്റ്റ് എഡിഷൻ മുതൽ സിനിമ കൊടുത്ത ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് നോട്ടത്തിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ പറയാനുണ്ടാവും. അതില് കൊടുക്കുകയും ചെയ്ത് നമുക്ക് അതിലന്ന് ബെസ്റ്റ് പ്രവാസി ഫിലിം എന്നുള്ള ഒരു അവാർഡ് കിട്ടി. അപ്പൊ അന്നൊന്നും സിനിമ എന്നുള്ളതൊന്നും നമ്മളുടെ ഒരു ഇതിലൊന്നുമില്ല. ഞാനൊരു ആക്ച്വലി ഒരു മ്യൂസീഷ്യൻ ആയിരുന്നു ഞാൻ, സത്യം പറയാം. പിന്നെ യാദൃച്ഛികമായിട്ടൊരു ഷോർട്ട് ഫിലിം ഇതിലേക്ക് വന്നു. അതങ്ങനെ വിനോദ് അങ്ങനെ ഒരു പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരുന്നു, നോട്ടം ഫിലിം ഫെസ്റ്റിവൽ ഉണ്ട്, എന്നാ കൊടുത്തു നോക്കാം. അങ്ങനെ കൊടുത്തപ്പോൾ നമുക്ക് അതിലൊരു പ്രവാസി കാറ്റഗറിയിലാണെങ്കിൽ നമുക്കതൊരു കിട്ടിയപ്പോൾ നമുക്കതൊരു പ്രചോദനമായി ഭയങ്കരമായിട്ട്. നമ്മളിലൊരു ഫിലിം ബന്ധപ്പെട്ട എന്തോ നമ്മളുടെ ഉള്ളിലുണ്ട്. പിന്നെ നോട്ടത്തിനുള്ള കാത്തിരിപ്പായി. നോട്ടത്തില് നമ്മള് സിനിമ ചെയ്യണം എന്നുള്ള ഇതിലായി. പിന്നെ പുറത്തും നമ്മൾ കൊടുത്തു. അങ്ങനെ അന്ന് മുതലാണ് ഒരു സിനിമ എന്നുള്ളൊരു സാധനം എൻ്റെ മ്യൂസിക് വിട്ടിട്ട് സിനിമ എന്നുള്ളൊരു ഇത് എൻ്റെ ഇതിലേക്ക് ആവുന്നത്. അങ്ങനെയാണ് സിനിമ കൾച്ചർ അല്ലെങ്കിൽ സിനിമയുടെ ഒരു മേഖലയിലേക്ക് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ചിന്തിക്കാൻ ഉതകുന്ന രീതിയിൽ നോട്ടത്തിൽ നിന്നുള്ള ഒരു പ്രചോദനമാണ് എനിക്ക് എടുത്തത്. ഞാൻ ഓർക്കണോ, നിങ്ങളുടെ ഫിലിം ഫ്രൈഡേ ഹോളിഡേ എന്നുള്ളൊരു ഫിലിം അല്ലായിരുന്നു അന്നത്തെ? ആദ്യത്തെ. അതിലെ കഥ തന്നെ ഒരു പ്രത്യേകം ഒരു കഥയായിരുന്നു. പ്രവാസികൾക്ക്, എനിക്ക് തോന്നുന്നു കുവൈറ്റിലെ പ്രത്യേകിച്ച് മുർഗാബിൽ പോകുന്ന ആളുകൾക്ക് മനസ്സിലാകുന്ന ഒരു കഥയായിരുന്നു അത്. സത്യം. അവിടുത്തെ ഒരു കാഴ്ചയാണ് എന്നെ അത് എഴുതാനായിട്ട് പ്രേരിപ്പിച്ചത്. സത്യം, അവിടുത്തെ ആ ഒരു കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി ഞാനത്. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു ഇതുണ്ടായതാണ്. ഞാനത് വെറുതെ എഴുതിയതാണ്. പക്ഷെ പിന്നീട് അത് ഷോർട്ട് ഫിലിം എന്നുള്ള രീതിയിലേക്ക് അന്ന് സിയാദ് ഉണ്ടായിരുന്നു. അതെ, സിയാദ് നൂർ ആയിട്ട് അത് സംസാരിച്ച് അന്ന് സിയാദും ഇങ്ങനെ ഷോർട്ട് ഫിലിം കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ചെയ്യണ ഒരു ടൈമായിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ്ട് അതാണ്ട് ചെയ്തു. ഞാനപ്പോ അതിന്റെ എഴുത്തിന്റെയും സ്ക്രിപ്റ്റിന്റെ മേലേക്കാണ് സിയാദാണ് ഡയറക്ട് ചെയ്തത്. സിയാദ് ഇപ്പൊ കുവൈറ്റിലുണ്ടോ? സിയാദ് കുവൈറ്റിലുണ്ട്. സിയാദ് ഇപ്പൊ വിട്ട് നിക്കാണ്. കുറച്ച് ജോലിത്തിരക്കും ഇതൊക്കെ ആയിട്ട് ആള് മാറി നിക്കാണ്. ഈ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ നോട്ടത്തിലും മികച്ച പ്രവാസി ചിത്രം അല്ലേ? പ്രേക്ഷക പ്രീതി അല്ല, കഴിഞ്ഞ ഇതില് ബെസ്റ്റ് ഡയറക്ടർ ആയിരുന്നു. അതിന് മുമ്പത്തായിരുന്നു ബെസ്റ്റ് പ്രവാസി, പിന്നെ ബെസ്റ്റ് ഓഡിയൻസ് ഫിലിം. ആ സിനിമയുടെ പേരെന്തായിരുന്നു? പാലയൻപൽ. അതെ. അത് ഞാൻ അതിന്റെ ഒരു അച്ചീവ്മെന്റ് എന്താന്ന് വെച്ചാല് പാലയൻപല്ല് ഇപ്പൊ നമ്മള് സി സ്പേസ്, അതായത് ചലച്ചിത്ര അക്കാദമി, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഒരു OTT ഉണ്ട്, സി സ്പേസ്. അതിലിപ്പോ അത് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മളൊരു
ഒരു പ്രവാസ മേഖലയിൽ നിന്നുള്ള ഫുള്ള് പ്രവാസ മേഖലയിലത്തെ ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസും എല്ലാം അവരുടെ ഒരു സിനിമ എന്നുള്ള നിലയിൽ ആദ്യത്തെ ഒരു സിനിമയാണ് സീ സ്പേസിൽ കളിക്കുന്ന. ഷാജഹാനല്ലേ എൻ്റെ DOP? നമ്മളെ ഷാജഹാനാണ് അതിന്റെ DOP. DOP ആണ് അതിന്റെ ആ സിനിമയുടെ ഏറ്റവും വലിയൊരു വിജയം. ഡെസ്റ്റിനേഷൻ എന്നാണ് ഫിലിമിന്റെ DOP ആരായിരുന്നു? ഡെസ്റ്റിനേഷൻ വിജു ആന്റണി ആയിരുന്നു. വിജു ആന്റണി ആയിരുന്നു. അല്ല, മാത്രമല്ല ഇപ്പം സാലിഹ് ഒരു ഫീച്ചർ ഫിലിമിന്റെ ഒരു പണിപ്പുരയിലാണ്, എഴുത്തിലാണെന്നൊക്കെ കേട്ടിട്ട്. ഫീച്ചർ ഫിലിമിന്റെ എഴുത്തിലാണ്. നമ്മള് അതിന്റെ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നു ഓൾറെഡി പല വിധേന. പക്ഷെ അതുകൊണ്ട് വർക്കൗട്ട് ആയിട്ടില്ല. നമ്മൾ ഇവിടെയും അവിടെയൊക്കെ ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സിന് നമുക്കിപ്പോ അതിന്റെ മെയിൻ ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് ഒക്കെ കിട്ടിയിരുന്നു നമ്മൾ ഉദ്ദേശിച്ച ആളുടെ. പക്ഷെ നമുക്ക് അത് പിച്ച് ചെയ്യാനായിട്ടുള്ള ഒരു പ്രവാസി എന്നുള്ളതിന്റെ പല ലിമിറ്റേഷൻസും ഉണ്ട്. ഞാൻ സത്യം പറഞ്ഞ 3-4 പ്രൊഡ്യൂസേഴ്സിനൊക്കെ പോയി കണ്ടതാണ്. പക്ഷെ അങ്ങോട്ട് വർക്കൗട്ട് ആയിട്ടില്ല. പിന്നെ അതിനു വേണ്ടി നമ്മള് ജോലിയൊക്കെ കളഞ്ഞ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കുമായിരിക്കും. പക്ഷെ അതിനുള്ള ഒരു ധൈര്യം ഒന്നും എനിക്ക് ആയിട്ടില്ല സിനിമ മേഖല. ഒരു സിനിമയിൽ ഞാനും സാലിയും കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഹാഷ് പോസ്റ്റില്. മുനീറിന്റെ കഴിഞ്ഞതിന്റെ മുന്നത്തെ നോട്ടത്തിൽ അതെ. അതൊരു ഗംഭീര എനിക്കതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. പ്രത്യേകിച്ച് മുനീറിന്റെ ഒരു ഫിലിം മേക്കിംഗ് എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇഷ്ടമുള്ള ഒരു ഫിലിം മേക്കിംഗ് ആണ്. ഞാനത് ഷാജഹാന്റെ അടുത്ത് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഒരു വേ ഓഫ് അപ്രോച്ച് ഉണ്ടല്ലോ, സിങ്ക് സൗണ്ട് പ്ലസ് അതിന്റെ ഒരു ഇനീഷ്യൽ ഇതുണ്ടല്ലോ, ഒരു ഇനീഷ്യൽ വെച്ചാൽ നമ്മളെ പ്രീ പ്രൊഡക്ഷൻ എനിക്ക് വളരെയധികം അത് ഇംപ്രസീവ് ആയിട്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ പഠിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് അതിന്. അത് താങ്ക് യു വെരി മച്ച് ഫോർ ദാറ്റ് ഓപ്പർച്യൂണിറ്റി മുനീർ. വെൽക്കം. നമുക്കത് ഞാൻ ഈ നോട്ടത്തിന്റെ കഴിഞ്ഞ 13 എഡിഷൻസ് കഴിഞ്ഞു എന്നാണ് വിനോട്ടം പറഞ്ഞത്. 12 എഡിഷൻ. അപ്പോൾ ഞാൻ തുടക്കത്തിലൊന്നും എനിക്കറിയില്ലായിരുന്നു നോട്ടത്തെക്കുറിച്ച്. പക്ഷെ ഈ 13 എപ്പിസോഡിലും ഭാഗഭാക്കായ ആൾ എന്നുള്ള നിലക്ക് ഇതിൻ്റെ ഒരു ഇതിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ നോട്ടം എന്ന് പറഞ്ഞാൽ ഫെസ്റ്റിവലിൻ്റെ വളർച്ചയല്ല, കുവൈറ്റിലെ സിനിമാ പ്രവർത്തകരുടെ സിനിമകളുടെ ഒരു വളർച്ച, അതിൻ്റെ ഒരു ഗ്രോത്ത് ഉണ്ടല്ലോ, ഒരു ഗ്രാജുവലായിട്ടുള്ള വളർച്ച. അത് എവിടെ ചെന്ന് എത്തി നിൽക്കുന്നു? സാലിന്റെ അടുത്ത്. സാലിന്റെ ഇതിലെ മൊത്തത്തില് ഫസ്റ്റ് തൊട്ട് കാണുന്ന ആളാണല്ലോ, എല്ലാ സിനിമകളും കാണുന്ന ആളാണ്. അത് നമ്മളുടെ ഓരോ സിനിമകളും സത്യം പറഞ്ഞാൽ എന്റെ ഫ്രൈഡേ ഹോളിഡേ എന്നൊക്കെ പറഞ്ഞ സിനിമകൾ കാണുമ്പോ എനിക്കിപ്പോ ഞാൻ എത്തി നിൽക്കുന്ന എന്റെ നമ്മളുടെ ഈ പറഞ്ഞ പോലെ മേക്കിങ്ങിലായാലും അല്ലെങ്കിൽ നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, നമ്മളുടെ എന്താ പറയാ, നമ്മളുടെ ചിന്തകളിലൊക്കെ ഭയങ്കരമായിട്ട് വ്യത്യാസം ഓരോ വർക്കുകളിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. സിനിമ ശരിക്ക് അതൊരു മാധ്യമത്തിൽ നമ്മൾ അതില് കാണുകയുമ്പോഴും പിന്നെ പ്രത്യേകിച്ച് സിനിമ ചെയ്യുമ്പോഴും നമ്മളെ തന്നെ പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽ ആയിട്ടാണ് എനിക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ സിനിമ ചെയ്യുന്നത് ഇപ്പൊ ഞാൻ അങ്ങനെയായി മാറിയിട്ടുണ്ട്. പണ്ടൊക്കെ സിനിമ ചെയ്യുമ്പോ അതെങ്ങനെയാലും കൊടുത്ത് ഒരു അവാർഡ് കിട്ടണം, അത് കിട്ടില്ലെങ്കിൽ ഭയങ്കര വിഷമം, നമുക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലൊക്കെ ആയിരുന്നു അന്നത്തെ. പക്ഷെ നമ്മളിപ്പോ അതിൽ നിന്നൊക്കെ വിട്ട് ആ ഒരു തലത്തിലേക്ക്, അതായത് ഒരേ സിനിമ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരേ വർക്ക് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ അത് നമ്മളിൽ തന്നെ ഒരു പുതുക്കുന്ന ഒരു രീതി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ സത്യം പറഞ്ഞ സിനിമ ചെയ്യുമ്പോഴപ്പോ പണ്ട് അവാർഡ് കിട്ടാൻ വേണ്ടി ചെയ്യുക, ഇവിടെ ഇങ്ങനെ നമ്മളൊരു കുവൈറ്റ് എന്നുള്ള ഈ 8 വട്ടത്തിൽ നിന്നുള്ള ഒരു അവാർഡ് കിട്ടി അതിൽ ആനന്ദിക്കുക എന്നുള്ള ഒരു ഇതിൽ നിന്ന് മാറിയിട്ട് ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാല് സിനിമ എന്നെ സന്തോഷിപ്പിക്കുന്ന, ഞാൻ ചെയ്യുന്ന എഴുത്ത്, ഞാൻ ചെയ്യുന്ന വർക്ക് എന്നെ സന്തോഷിപ്പിക്കുന്നുണ്ടോ എന്നുള്ള ഇതിൽ മാത്രമേ ഞാനിപ്പോ ചിന്തിക്കുന്നുള്ളൂ. അതിന്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ഞാൻ ചിന്തിക്കുന്നില്ല. അപ്പൊ ആ രീതിയിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്നിൽ കാണുന്ന ഒരു വളർച്ച. പിന്നെ മൊത്തത്തിൽ നമ്മളിവിടെ സിനിമയുടെ ബാക്കി ഇപ്പൊ ഞാനല്ല, ഇഷ്ടംപോലെ പേര് സിനിമ ചെയ്യുന്നുണ്ട്. ടെക്നിക്കലിയും കണ്ടന്റ് വൈസും ഒക്കെ വളരെ വളരെ ഇതായിട്ടുള്ള സിനിമകൾ കുവൈറ്റിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. അത് സത്യം പറഞ്ഞാല് അതിനൊരു വലിയൊരു കാരണം വിനോദും നോട്ടം
ഒക്കെ തന്നെയാണ്. എനിക്ക് അതിലെനിക്ക് തോന്നുന്നത് സംശയമില്ല. വളരെ എനിക്ക് തോന്നുന്നത് അതിലെ ഈ ജൂറിയുടെ സാന്നിധ്യം, അല്ലെങ്കിൽ നമ്മളെ അതെ 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 നോട്ടത്തിന്റെ അതെ ജൂറി, അത് ഒരു പ്രത്യേക എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം അത് അവരുടെ ഒരു ഇടപെടൽ എനിക്ക് തോന്നുന്നു ഈ ഒരു വളർച്ചയിൽ ഇപ്പോൾ സാലി സൂചിപ്പിച്ചതിന് വലിയ രീതിയിൽ അതെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോൾ CS ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും. തന്നെ. അതെ കാരണം കേരളത്തിൽ CS-നെ കാണുന്നത്, അല്ലെങ്കിൽ CS-ന്റെ ഒരു എന്താണ് സാംസ്കാരിക മണ്ഡലത്തിൽ CS-ന്റെ സ്ഥാനം, അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ ആ ഇവിടെ CS വെങ്കടേശ്വരൻ ഇവിടെ വന്നിട്ട് നമ്മളുടെ തികച്ചും അമേച്ചേഴ്സ് ആയിട്ടുള്ള കുറേ സിനിമകളെ വളരെ സീരിയസ് ആയിട്ട് കണ്ട് അതിൻ്റെ പോരായ്മകളും അതിൻ്റെ നല്ല വശങ്ങളും ഒക്കെ പറഞ്ഞ് നമുക്ക് അല്ലേ, അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നിയിരിക്കുന്ന കാര്യം, അവർക്ക് അമച്ചറിഷെന്നോ അല്ലെങ്കിൽ ഭയങ്കര മോശം സിനിമ അവരുടെ മുന്നിൽ വരുന്നവർക്ക് സിനിമകളായിട്ട് അവരെ കാണുന്നുള്ളൂ. മനസ്സിലായ? അവര് ഇതിന്റെ അമച്ചറിഷോ അല്ലെങ്കിൽ ഇതൊക്കെ കാണുകയാണെങ്കിൽ അവർ സെക്കൻഡ് ഇയർ തൊട്ട് അവർ വരില്ല. മനസ്സിലായ? അവരുടെ മുന്നിൽ വരുന്നത് ഒരേ വ്യക്തികളുടെയും ഇൻഡിവിജ്വൽ ഓരോ വർക്കായിട്ട് എനിക്ക് അവർക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. അല്ല, എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഇത്രയും വർഷം വന്നിട്ടുള്ള ജൂറികളെല്ലാം തന്നെ ഇവിടുത്തെ സിനിമകളേക്കും സീരിയസ് ആയിട്ട് തന്നെ കണ്ടിട്ടുള്ളത്. ഇവിടുത്തെ ആളുകളുടെ, അതായത് അവർക്കറിയാം അവർ ഇത്തരത്തിലുള്ള സിനിമകൾ തന്നെ ആയിരിക്കാം ഇവിടെ ഉണ്ടാകുന്നത് എന്നുള്ളൊരു കാര്യം ജനറലായിട്ട് അറിയാവുന്നതാണല്ലോ പ്രവാസികൾ എടുക്കുന്ന സിനിമകളെ കുറിച്ച്. പക്ഷെ അവർ അതിൽ കാണുന്നത് എന്തെല്ലാം വിഷയങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ്. അവർക്കും ആ രീതിയിലുള്ളൊരു ചർച്ച കൂടി നടത്തുന്നുണ്ട്. ഏതെല്ലാം വിഷയങ്ങൾ ഇവിടുത്തെ പ്രവാസികൾ കൈകാര്യം ചെയ്യുന്നു, അതുപോലെ ടെക്നിക്കലി 100% പെർഫെക്റ്റ് ഇവിടെ നിന്നാവണമെന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. കാരണം നാട്ടിലുള്ള സൗകര്യങ്ങൾ ഇവിടെ ഫിലിം മേക്കിങ്ങിന് ഇല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത്രയധികം കോസ്റ്റ് വരും ഇവിടെ നിന്ന് അത്തരത്തിലുള്ള സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യണമെന്നെങ്കിൽ. പക്ഷേ അവർ കാണുന്ന രീതി തന്നെ വ്യത്യാസമാണ്. ഇവിടുത്തെ പ്രവാസികൾ ഇപ്പോൾ ഒരു സമയത്ത് നമ്മൾ കണ്ടത്, അവരെ തന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം, ഇന്ത്യയും പാകിസ്ഥാനികളും തമ്മിൽ ഒരുമിച്ച് കഴിയുന്നതും അത്തരത്തിലുള്ളൊരു ഏകോദര സഹോദരങ്ങളെ പോലെ രണ്ടു കൂട്ടർ ഇവിടെ ജോലിക്ക് പോകുന്നു, കഴിയുന്നു, അത്തരത്തിലുള്ളൊരു വിഷയം. ഒരു 5-6 സിനിമകൾ ഒരേ സമയം ഒരു ഫിലിം ഫെസ്റ്റിവൽ അത്തരത്തിലുള്ളൊരു വിഷയത്തെക്കുറിച്ച് വന്നപ്പോൾ അവർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, വിനോദ്, ഇതുപോലുള്ളൊരു സിനിമകൾ ഇന്ത്യയിൽ കാണിക്കാൻ പറ്റില്ല. അത്തരത്തിലുള്ള വിഷയം അതാണ്. ഏതെല്ലാം വിഷയം ഇൻസാൻ എന്ന് പറഞ്ഞൊരു മൂവി അവര് കണ്ടിട്ട് അതിനെപ്പറ്റി ഞാനതിങ്ങനെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു റൂമില് പാകിസ്ഥാനിയും ഇന്ത്യനും ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. ബ്ലഡ് കൊടുക്കുന്ന അതൊരു ബ്രേക്ക് ദ ബോർഡർ കൺസെപ്റ്റ്. അത് അവർക്ക് ഭയങ്കര ടച്ച് ചെയ്തതായിട്ട് അവരുടെ ഒരു പോസ്റ്റ് മറ്റേ ഫെസ്റ്റിവലിന് ശേഷമുള്ള സെഷനിൽ അവരത് പറഞ്ഞിരുന്നത്. അല്ല, ഈ ബ്രോഡർ രീതിയിൽ സിനിമകളെല്ലാവരും കാണുന്നത്, ഫിലിം മേക്കേഴ്സ് കാണുന്നത് അവിടെ രാജ്യം എന്നുള്ളൊരു ചിന്തയില്ല എന്നുള്ളതാണ്. മനുഷ്യൻ ഉണ്ടായിരിക്കാം, മനുഷ്യനുണ്ടാവും, മനുഷ്യത്വം ഉണ്ടാവാം, മറ്റുള്ള കാര്യങ്ങളുണ്ടാവും. പക്ഷേ രാജ്യമോ ദേശീയതയോ അതിന് അത്തരത്തിലുള്ള ചിന്തകളിലേക്ക് മനുഷ്യൻ മാറരുത് എന്നുള്ള ബ്രോഡർ ചിന്താഗതി എല്ലാ ഫിലിം മേക്കേഴ്സിനും പൊതുവെ ഉള്ളതാണ്. പിന്നെ സാലി, എനിക്ക് പ്രത്യേകം ചോദിക്കാനുള്ളത്, ഇവിടെ പല ആർട്ടിസ്റ്റുകളും വന്നിട്ടുണ്ട്. നമ്മൾ അത്തരത്തിൽ നിങ്ങൾക്ക് ഓർമ്മ വരുന്ന ചില ആക്ടേഴ്സ് ഉണ്ടാവാം, ആക്ട്രസ് ഉണ്ടാവാം, കുവൈറ്റിൽ നമ്മുടെ ഈ ഫിലിം ഫെസ്റ്റിവലിൽ തന്നെ വന്നിട്ടുള്ള മികച്ച ആക്ടേഴ്സൊക്കെ ഉണ്ടല്ലോ. അതിനെക്കുറിച്ച് എന്താണ്, അവരെ കുറിച്ചൊക്കെയുള്ള ഏതാനും പേരുകൾ ഓർമ്മയുണ്ടാവില്ലേ നിങ്ങളുടെ ഫിലിമുകളിൽ? ഇപ്പൊ എന്റെ ഫിലിമുകളിൽ ഇപ്പൊ ഞാനിപ്പോ ആദ്യം പറയാ, എന്റെ സിനിമകളിൽ അധികം അഭിനയിച്ച ജിനു വൈക്കത്ത് ഒരു അസാധ്യ ടാലന്റ് ഉള്ള അദ്ദേഹത്തിന് പിന്നെ കുറച്ച് പാരമ്പര്യമായിട്ടുള്ള അതിന്റെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എന്റെ 2-3 സിനിമകളില് ജിനു വൈക്കത്ത് അസാധ്യ പെർഫോമൻസ് ആയിരുന്നു. പിന്നെ അതുപോലെ നമ്മുടെ ഗോവിന്ദ് ശാന്ത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാഷനും ഡെഡിക്കേഷനും അൺമാച്ച്ഡ് ആണ്. അത് വേറൊരാൾക്കും അതുപോലെ എനിക്ക് തോന്നുന്നില്ല. ഈ കുവൈറ്റിൽ നിന്നല്ല, നമ്മളിപ്പോ സിനിമ ഇതിലേക്ക് ഇങ്ങനെ ചിന്തിക്കുമ്പോ അതുപോലെ ഒരു ഡെഡിക്കേഷനും പിന്നെ പുള്ളിയുടെ ഒരു അപ്രോച്ച് ഉണ്ട്, സീരിയസ് ആയിട്ടുള്ള അപ്രോച്ച്. അതൊന്നും ആർക്കും ഇത് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഞാൻ അദ്ദേഹത്തിന് വർക്ക് ചെയ്തതിന്റെ പേരിൽ പറയുന്നതാണ്. പിന്നെ ആർട്ടിസ്റ്റുകള് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മള് അതിന് നോക്കുമ്പോ
അങ്ങനെ മനസ്സിൽ വരുന്ന ഇപ്പൊ ആക്ട്രസ് എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുക വെച്ചാല് നമ്മളെ ജിജുന ഉണ്ണി, പിന്നെ അവരുടെയൊക്കെ പെർഫോമൻസ്. അപ്പൊ എന്റെ സിനിമയില് പാലൻ പല്ലില് അവരായിരുന്നു. അത് അവർക്ക് പുറത്തുനിന്ന് നല്ലൊരു, ഇപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യണം, അത് മറ്റേ ഇതിന് കൊടുത്തപ്പോൾ ഈ KSFDC കൊടുത്തപ്പോ അവിടുത്തെ ഒരു ഫസ്റ്റ് കണ്ട ഒരു ലേഡി എൻ്റെ അടുത്ത് അവരെ പറ്റി പ്രത്യേകം പറഞ്ഞിരുന്നു. പിന്നെ നമ്മളെ രമ്യ രതീഷ്, പിന്നെ ഇവിടെയുള്ള നമ്മുടെ അംബിക രാജേഷ്, ഇവരൊക്കെ അംബികക്ക് ഇപ്പൊ വിട്ടു നിൽക്കണം മ്യൂസിക് ഫീൽഡിലേക്ക് മാത്രമേ, പക്ഷെ അവർ നല്ലൊരു ആക്ട്രസ് ആണ്, നല്ല ടാലന്റ് ഉള്ള ആക്ടറാണ്. യെസ്, അത് പ്രൂവൺ ആണ്. ഏതായാലും ഓരോ എഡിഷൻ കഴിയുന്തോറും നോട്ടത്തിന്റെ ഒപ്പം സഞ്ചരിക്കുന്ന ആളുകളുടെ നോട്ടങ്ങളും ഒക്കെ ഇങ്ങനെ വികസിച്ചു കൊണ്ടിരിക്കുകയാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ്, അവരുടെ വീക്ഷണ കോണുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. സാലി, ഏതായാലും കുറെ നേരം സംസാരിച്ചതിലും നന്ദി. താങ്ക് യു. നമുക്ക് ഈ ഒരു സിനിമനെ കുറിച്ച് സംസാരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഈ സമയത്ത് പറ്റിയത് ഭയങ്കര സന്തോഷം. അത് എന്നെ വിളിച്ചാൽ വളരെ നന്ദി. അപ്പൊ സേഫ് ആയിട്ടിരിക്കുക. ഗുഡ് നൈറ്റ്. Okay, you too. Okay, good night. Warning, radioactive zone detected. You are listening to Radio Vibe Kuwait. അപ്പോൾ നമ്മൾ ഇപ്പം സാലി പറഞ്ഞ കുറേ ആക്ടേഴ്സിൻ്റെ ഒക്കെ പേര് പറഞ്ഞു. അപ്പോൾ അതിൽ എനിക്ക് എന്നോട് ആ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് പറയാം സജീഷ്, നമ്മുടെ ഗോവിന്ദ് ശാന്തയുടെ പല സിനിമകളും ഞാൻ നോട്ടത്തിൽ നിന്ന് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ഒരു ആക്ടിങ്, അതിൻ്റെ ഒരു മെത്തേഡ് ആക്ടിങ് ഉണ്ടല്ലോ. പിന്നെ ഇപ്പോൾ സാലി പറഞ്ഞ പോലെ ഈ ഡെഡിക്കേഷൻ അതൊരു ഭയങ്കരമാണ്. നമുക്കത് പ്രത്യേകം എടുത്ത് പറയണ്ടേ. കാരണം പുള്ളി നമ്മളൊരു ക്യാരക്ടർ ജസ്റ്റ് അതിന് ഒരു ഡയറക്ടറുടെ കാര്യം മനസ്സിലുള്ളൊരു ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞു കൊടുത്താൽ പിന്നെ പുള്ളിയുടെ ഒരു റിസർച്ച് ഉണ്ട്, അദ്ദേഹത്തിൻ്റെതായ ഒരു റിസർച്ച് കാര്യങ്ങളൊക്കെ നടത്തി ആ ക്യാരക്ടറിലേക്ക് എത്താൻ വേണ്ടിയുള്ള ശ്രമം. ഇവിടെ പൊതുവേ നമ്മൾ ഷോർട്ട് ഫിലിമുകളൊക്കെ എടുക്കുന്ന സമയത്ത് നേരെ വന്ന് അഭിനയിക്കുക, ആക്ഷൻ പറഞ്ഞ് അഭിനയിച്ച് പോകുന്നൊരു പരിപാടിയാണല്ലോ. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടെ ഒരു ഈ പ്രീ പ്രൊഡക്ഷൻ പോലെ ഒരു എങ്ങനെ ഇപ്പോൾ പറയാം, സ്വയം റിഹേഴ്സൽ ചെയ്ത് ക്യാരക്ടറായി മാറുന്ന ഒരു രീതിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സജീഷ് ലൈനിലുണ്ടെന്ന് തോന്നുന്നു. സജീഷ്, ഹലോ. സജീഷ് നമസ്കാരം. സജീഷ് ദുബായിലാണല്ലേ? ദുബായിൽ ഞാനിവിടെ നാഷണൽ ഡേക്ക് വന്നതാ, നാഷണൽ ഡേ ഹോളിഡേസിനെ കുവൈറ്റിലെ. 4 ദിവസത്തിന് വന്നു, ഇപ്പൊ 14 ദിവസമായി. ഞങ്ങളൊരു നാടകം ചെയ്യാനിരിക്കുമ്പോ എന്റെ അടുത്ത് 4 ദിവസം പറഞ്ഞു പോയതാണ്. അതെ വന്നിട്ട് ഒരു കേസിൽ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞങ്ങള് നോട്ടത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ ശരി. അപ്പോ എന്താണ് സജീഷ് സബ്ജക്റ്റ് ആണല്ലോ. അതെ, എന്താണ് നോട്ടം അനുഭവങ്ങൾ സജീഷിന്റെ? നോട്ടം അനുഭവം എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഞാൻ ആദ്യമായിട്ട് കുവൈറ്റില് ഷോർട്ട് ഫിലിം അഭിനയിച്ചത് അബ്രിഗോ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമാണ്. അജീഷ് കൊല്ലടുത്ത് എഴുതി സംവിധാനം ചെയ്ത. അതില് അവാർഡ് കിട്ടിയിരുന്നു തോന്നുന്നു അല്ലെ? അബ്രിഗോ. അതെ, അന്ന് ബെസ്റ്റ് ആക്ടർ കിട്ടിയിരുന്നു, ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയിരുന്നു. ഒരു സ്ത്രൈണത ഒരിക്കലും ട്രാൻസ്ജെൻഡർ ആയിട്ട് അതിലുണ്ടായിരുന്നത് ഒരു 10 minutes ഉള്ള. അത് രജീഷ് ആലങ്കോടാണ് എഴുതിയത് കേട്ടോ. അജീഷ് കൊല്ലടുത്ത് ഡയറക്ട് ചെയ്തത്. നാട്ടിലുള്ള രജീഷ് ആലങ്കോട് എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിയാണ് അത് എഴുതിയത്. അപ്പൊ അത് നോട്ടത്തിന് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. കാരണം ആദ്യമായിട്ട് ഒരു സിനിമ ഇവിടെ ചെയ്യാൻ പറ്റി കുവൈറ്റില്. നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു. നാടകം കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് ചെയ്ത് നടക്കുകയായിരുന്നു. ഫ്യൂച്ചറായി തിയേറ്ററിലെ ഒരു മെമ്പറായിരുന്നു സമയത്ത്. അപ്പൊ നാടകങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഷോർട്ട് ഫിലിമിനെ കുറിച്ചിട്ടൊന്ന് ചിന്തിച്ചിട്ട് പോലും ഇല്ല. കാരണം അത് ആരെ ചെയ്യുന്നത് എന്താന്നുള്ള കാര്യങ്ങളൊന്നും അത്ര അറിയണ്ടായിരുന്നില്ല ഇവിടെ. അപ്പോ അതിനും അതിനു മുമ്പത്തെ ഒരു നോട്ടം ഫെസ്റ്റിവലില് പങ്കെടുത്തിരുന്നു. അപ്പോ അങ്ങനെ ആഗ്രഹിച്ചിരുന്നു ഇതിലൊക്കെ നമുക്കും പങ്കെടുക്കാൻ പറ്റില്ലല്ലോ. പിന്നത്തെ വർഷമാണ് 2017 ഇങ്ങനെ മിസ്റ്റർ ഷെമേജ് വഴി അജീഷ് കൊല്ലടുത്ത് വിളിക്കുന്നത്. അപ്പൊ പുള്ളിക്ക് നാടകത്തില് അഭിനയിക്കുന്ന ആരെങ്കിലും വേണം എന്ന് പറഞ്ഞിട്ട്
അപ്പൊ എന്തോ കോയിൻസിഡൻസ് പോലെ ഞാൻ മുടിയും ഇതൊക്കെ വളർത്തിയിരിക്കുകയായിരുന്നു. ഞാനൊരു ഡ്രാമ ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു, ഒരു ട്രാൻസ്ജെൻഡറിന്റെ. അപ്പൊ ഒരു കോയിൻസിഡൻസ് പോലെ വന്നു. അപ്പം അതിന് കഥാപാത്രത്തിന് റെഡിയായിരുന്നു, മുടിയൊക്കെ വളർത്തിയിട്ടേ 5-6 മാസം. അപ്പൊ പിന്നെ ആ ഡ്രാമ ഞാൻ ഡ്രാമ ഞാൻ ഡ്രോപ്പ് ചെയ്തു. അത് ഒരു മൈക്രോ ഡ്രാമ ഫെസ്റ്റിവലിന് വേണ്ടി ചെയ്യാൻ വെച്ചിരുന്നായിരുന്നു ഫ്യൂച്ചറിന്റെ. പിന്നെ അതിന് ഞാൻ ആ ഡ്രാമ ഫെസ്റ്റിവലില് മോർച്ചറി എന്ന് പറഞ്ഞിട്ടൊരു ഡ്രാമ ഞാൻ ചെയ്തത്. കാരണം ഇപ്പൊ ഷോർട്ട് ഫിലിം ചെയ്തല്ലോ, അപ്പൊ സെയിം തന്നെ അതിൽ വരണ്ട വെച്ചിട്ട് ഷോർട്ട് ഫിലിം അബ്രിഗോ ചെയ്തു ട്രാൻസ്ജെൻഡർ ആയിട്ട്. കാരണം അതില് ഇങ്ങനെ എന്നോട് മണിക്കുട്ടൻ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞിരുന്നു, ആ സമയത്ത് മാർക്ക് കൊടുക്കാനൊരു ബുദ്ധിമുട്ട് പോലെ പറഞ്ഞു ജഡ്ജസ്. കാരണം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആളാണ് എന്ന് കരുതിയിട്ട് എന്നോട് അന്ന് ജഡ്ജ് ഉണ്ടായിരുന്നു ജയൻ സാർ, എന്നോട് പറഞ്ഞിട്ടോ താങ്കളുടെ മാർക്ക് ഞങ്ങൾ മാറ്റിവെച്ചതാണ്. ഞാൻ ചോദിച്ചു എന്താണ് സാർ, ഞാൻ അവാർഡ് മേടിച്ച് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്നോട് പറയും താങ്കളുടെ മാർക്ക് ഞങ്ങൾ മാറ്റിവെച്ചിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് സാർ, അല്ല ഞങ്ങള് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നാട്ടിൽ നിന്ന് വന്ന ട്രാൻസ്ജെൻഡർ ആണോ ചോദിച്ചിട്ട്. അപ്പൊ എന്നെ പോലുള്ള പ്രവാസി കലാകാരൻ, ഒരു ചെറിയ കലാകാരന് കിട്ടുന്ന ആ കയ്യിലുള്ള അവാർഡിനൊക്കെ വലിയൊരു അവാർഡായിട്ടാണെന്ന് ജയൻ സാറ് പറഞ്ഞ ഒരു കാര്യം. പിന്നെ ട്രാൻസ്ജെൻഡർ സബ്ജക്റ്റിൽ തന്നെ ഒരു നാടകം ചെയ്തിരുന്നല്ലോ അല്ലെ? നാടകം ചെയ്തു. ഡൽഹിയിൽ പോയിട്ട് കൂവാകം അവിടെ ഒരു വൃക്ഷ തിയേറ്റർ എല്ലാ വർഷവും ഡൽഹിയിൽ നടത്താറുണ്ട്. അപ്പൊ അത് വലിയൊരു ഭാഗ്യമായി. മിസ്റ്റർ ഇമേജ് എന്റെ കൂടെ ഫീച്ചറിന്റെ കൂടെ ഡൽഹിയിൽ പോയിട്ട് ചെയ്യാൻ സാധിച്ചു. അത് കമാനി ഓഡിറ്റോറിയത്തിലായിരുന്നു. അപ്പൊ അത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അവിടെ ചെന്നതിന് ശേഷം ആ ഒരു ഓഡിറ്റോറിയത്തിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായത്. അത് 2 വർഷം മുമ്പൊക്കെ ബുക്ക് ചെയ്താലേ കിട്ടുള്ളൂ. അപ്പൊ അതിൽ കാലുകുത്താൻ സാധിച്ചു. കൂവാകം എന്ന് പറഞ്ഞിട്ടൊരു ഡ്രാമയാണ് ചെയ്തത്. അതേപോലെ ട്രാൻസ്ജെൻഡറിന്റെ ക്യാരക്ടറിൽ വേറൊരു സിനിമയും കൂടി വന്നിരുന്നു. അതിലും ഒരു നമ്മുടെ എനിക്ക് തോന്നുന്നു അനൂപ് എന്നുള്ളൊരു കക്ഷിയാണ് തോന്നുന്നു അവാർഡ് മേടിച്ചത്. 3 എന്നുള്ളൊരു സിനിമ പിന്നത്തെ വർഷമാണ് തോന്നുന്നു. അത് ഈ അടുത്ത 2021-ലോ 2022-ലോ അറിയാം. ആ സമയത്ത് കൊറോണ ആയിരുന്നു തോന്നുന്നുണ്ട് അല്ലേ? ഓൺലൈനിലായിരുന്നത്. ഓൺലൈനിൽ കൊറോണ സമയത്തായിരുന്നു. ഈ നോട്ടത്തിൽ ഞാൻ നോട്ട് ചെയ്ത വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു സബ്ജക്റ്റ് അത് എങ്ങനെ വരുന്നതെന്നറിയില്ല, അത് ഭയങ്കര ഒരു കോൺഫിഡൻ്റ് ആയിട്ട് അത് ഒരു സബ്ജക്റ്റ് ഒരാൾ കൊണ്ടുവന്നാൽ അതേ സീസണിൽ തന്നെ പലപ്പോഴും അതിൻ്റെ ഒരു റിപ്പീറ്റേഷൻ കാണാം പ്രമേയത്തിൽ. അത് പക്ഷെ ഒരു തരത്തിലും ഒരു ബന്ധം ഉണ്ടാവില്ല, അവർ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല പരസ്പരം. കാരണം ഞാൻ ഓർക്കുന്നു, ഞാനൊരു സൈനിങ് ഓഫ് എന്ന് പറഞ്ഞ ഫിലിം ചെയ്ത സമയത്ത് അതിൽ ചെറിയ ഒരു മീനിന്റെ എലമെന്റ് കൊടുത്തിരുന്നു, ഈ അക്വേറിയത്തിലെ ചെറിയ പലക് പാത്രത്തിലെ. പക്ഷെ ആ സീസണിലുള്ള ആ എഡിഷനിലുള്ള കുറെ സിനിമകളിൽ അതേപോലെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അതെ. അതുപോലെ പിന്നെ കുറെ സിനിമകളിൽ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്നവര്. പറഞ്ഞോളൂ ശശിട്ട്. മുനീർ ഭായിയുടെ റീപ്ലേ എന്നുള്ള ഷോർട്ട് ഫിലിമാണ് ഞാൻ കാണുന്ന നോട്ടത്തില്. അങ്ങനെയാണ് ഞാൻ മുനീർ ഭായിനെ പേര് അന്വേഷിക്കുന്നത്. ആരാണ് അതിപ്പോഴും മറക്കാൻ പറ്റാത്തൊരു ഇതാണ്, ഓരോ സീനുകളും. അങ്ങനെയാണ് ഞാൻ ഈ ആളെ അന്വേഷിക്കുന്നത്. അത് നോട്ടത്തിന്റെ ഒരു ഗുണമാണ്. അത് നമ്മളെ കാണുന്നു, ആൾക്കാരെ കുറിച്ച് അന്വേഷിക്കുന്നത് എന്താണ്. അങ്ങനെയാണ് പിന്നെ എനിക്ക് കുറെ വർഷങ്ങൾക്ക് ശേഷം അത് അന്വേഷിച്ച് ആഗ്രഹിച്ച ഒരാള് വിളിച്ച് പോഷ് എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിം അഭിനയിക്കാൻ അവസരം കിട്ടുന്നത് മുനീർ ഭായിയുടെ. എനിക്ക് തോന്നുന്നു റിലേറ്റഡ് ആണ് റീപ്ലേ എന്നുള്ള സിനിമ. ഞാൻ കേട്ടത് ആ സമയത്ത് മുനീർ ഒരാളെ അന്വേഷിച്ച് നടക്കായിരുന്നു, ആ ക്യാരക്ടറിനെ അന്വേഷിച്ച് നടക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ ക്യാരക്ടറിനെ കിട്ടിയാൽ മാത്രമേ സിനിമ എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ മുനീറായിരുന്നു ആ സമയത്ത്. എനിക്ക് റെഫർ ചെയ്തത്. അതെ സാലി പറയാറുണ്ട്. ഒരു ടാക്സി ഡ്രൈവർ അല്ല, ടാക്സി ഡ്രൈവർ അല്ല, കണ്ടാൽ തന്നെ പേര് വരും. അയാൾ നൗഷാദ് എന്നാണ് പുള്ളിയുടെ പേരെന്ന് തോന്നുന്നു. പുള്ളി ഒരു ഡ്രൈവറാണ്, ഒരു വാൻ സ്കൂൾ ട്രാൻസ്പോർട്ടേഷന്റെ വാൻ ഡ്രൈവറാണ്. പക്ഷെ ടാക്സി ഡ്രൈവർ അല്ല. ഇവിടെ ടാക്സി ഡ്രൈവർമാർക്ക് മാത്രമേ ടാക്സി ഓടിക്കാൻ പറ്റൂ. ആ ടാക്സിനെ ഓടിക്കണം, അങ്ങനെയൊക്കെ നിയമമുണ്ട്. പക്ഷേ അത് സിനിമയിൽ ഒത്തിരി ടാക്സി ഓടിക്കുന്ന ഷോട്ടും ഉണ്ട്. അപ്പൊ ഞങ്ങള് ഷാജഹാനായിരുന്നു എൻ്റെ DOP. ഞങ്ങൾ പോകുന്ന സമയത്തൊക്കെ
ഈ ടാക്സി ഇയാൾ ഓടിക്കാൻ വേണം, പോലീസ് വണ്ടി കാണുന്ന സമയത്ത് പുള്ളിയുടെ അഭിനയമൊക്കെ മാറും, ടെൻഷനാവും. അങ്ങനെ കുറെ നല്ല അനുഭവങ്ങളുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട് മുനീർ ഭായി. പക്ഷെ ഇതൊന്നും ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കഥകളാണ് എന്റെ സീൻ. പക്ഷെ നമ്മളത് ഫ്രഷ് ആയിട്ട് കാണുമ്പോ ഒരു പോയിന്റിൽ പോലും നമുക്ക് ഭയങ്കര പേടിയ തോന്നും അങ്ങനെ കാണുമ്പോ. ഈ ഹാഷ് പോഷില് എനിക്ക് തോന്നുന്നത് സജീഷ് ചേട്ടൻ, ഇപ്പൊ ഗോവിന്ദ് ശാന്ത എന്നാണ് ഇപ്പൊ ഒരു സ്ക്രീൻ നെയിം. അങ്ങനെ പറഞ്ഞാലേ ഒരുപക്ഷെ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. ഗോവിന്ദ് ശാന്ത ചെയ്ത ക്യാരക്ടർ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ മറ്റ് സ്ഥിരം പിന്നെ സജീഷ് ചേട്ടന് വരുന്ന ക്യാരക്ടേഴ്സൊക്കെ ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേകത ഉണ്ടാവുമായിരുന്നു. അതായത് പിന്നെ ഒരു സാധാരണ ക്യാരക്ടർ എനിക്ക് അതില്ലാന്ന് തോന്നുന്നു ചെയ്ത കൂടുതൽ മേക്ക് ഓവർ ഒന്നും ഇല്ലാതെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ രതീഷ് ഗോപിയുടെ പൊസ്തലൻ എന്ന് പറഞ്ഞതിലൊക്കെ അങ്ങനെ അധികം മേക്ക് ഓവറും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ആട്ടിടേന്റെ ഒരു കഥ ഇല്ലായിരുന്നോ? തേർഡ് ഷിനാസ് സലാഹുദ്ദീൻ സംവിധാനം ചെയ്ത തേർഡ്. അതേപോലെ ഇപ്പൊ മുഹമ്മദ് സാലി സംവിധാനം ചെയ്ത ലാസ്റ്റ് ചെയ്ത പ്രാണി ഇരട്ട് അതിലൊക്കെ അഭിനയിച്ചു. 10-23 ഷോർട്ട് ഫിലിമിൽ ചെയ്യാൻ പറ്റി ഈ കോവിഡ്. ഇനി എന്താണ് പ്ലാൻ ജീവിതത്തില്? ഇനി ഈ സത്യം പറഞ്ഞ സിനിമ ചെയ്യാൻ അങ്ങനെ ഒരു വലിയ ധൈര്യമില്ല. നാടകം ചെയ്യണമെന്ന് ആഗ്രഹം, സോളോ ഡ്രാമകള്. കാരണം എന്താ വെച്ചാൽ അതിനൊരു ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. സിനിമ എന്ന് പറയുന്നത് നമുക്കിപ്പോ അതിന് കുറെ ഘടകങ്ങളുണ്ടല്ലോ. ഈ സോളോ ഡ്രാമയെ കുറിച്ച് സോളോ ഡ്രാമ ട്രാഫിക് കണ്ടോ? ഇല്ല, ഞാൻ കണ്ടില്ല. ട്രാഫിക്കിലേക്ക് വന്നതിനെ കുറിച്ച് പറഞ്ഞേ. അത് ഞാൻ സ്വന്തമായിട്ട് ഇപ്പോ ഫ്യൂച്ചറിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അങ്ങനെ ഒറ്റയ്ക്കൊരു യാത്ര പോകണമെന്ന് തോന്നി, ഒരു സോളോ ജേണി. അപ്പൊ അതിന്റെ പേരിൽ ഞാൻ ഷെമേജായിട്ട് സംസാരിച്ചപ്പോ മറ്റുള്ള പ്രശ്നങ്ങളുണ്ടായിട്ട് അങ്ങനെ ഇറങ്ങിയതല്ല. കാരണം ഇപ്പോഴും നല്ല ബന്ധമാണ് പുള്ളിയായിട്ട്, ഫ്യൂച്ചറായിട്ട് നല്ല ബന്ധമാണ്. അപ്പൊ നമുക്ക് തന്നെ ഒറ്റയ്ക്ക് ഒരു സോളോ ജേണി പോകണമെന്ന് പണ്ടുള്ള ഒരു ആഗ്രഹം, ഒരു തിയേറ്റർ സോളോ ഡ്രാമകളൊക്കെ. അപ്പൊ അങ്ങനെ സ്വന്തമായിട്ടൊരു തിയേറ്റർ തുടങ്ങി. അതിന് തിയേറ്റർ എന്ന് പറയാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം, സ്ട്രീറ്റ് ഡോഗ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനൊരു ഡ്രാമേനെയും ലിറ്ററേച്ചർ അല്ലെങ്കിൽ സിനിമേനെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്വന്തം പ്ലാറ്റ്ഫോം. അപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ അതില്. അപ്പൊ അത് 5-6 വർഷമൊക്കെ അതൊരു 5-6 വർഷം ആ ലോഗോ ഒക്കെ ഞാൻ തന്നെ ഉണ്ടാക്കി സ്വപ്നം കണ്ട് നടന്നു. അത് പബ്ലിഷ് ചെയ്യാൻ റിലീസ് ചെയ്യാനൊക്കെ ഒരു പേടി. അതങ്ങനെ പിന്നെ എനിക്ക് അങ്ങനെ ഒരു ധൈര്യത്തിൽ ഒരു ദിവസം ഓഫീസിലിരിക്കുമ്പോ ഞാൻ അത് അങ്ങോട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. പിന്നെ തിയേറ്റർ ഞാൻ കൊണ്ട് നടന്നു. ഏതാ ഞാൻ കണ്ടിരുന്നു. അതെ. അപ്പൊ അത് തിയേറ്റർ തുടങ്ങിയിട്ടും പിന്നെ എന്ത് ചെയ്യണം എന്നുള്ള ആലോചനയായി. ധൈര്യമില്ല. ധൈര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യുമ്പോൾ അതൊരു എന്തെങ്കിലും അതിലൊരു ഇത് വേണമല്ലോ പബ്ലിക്കിന്റെ അടുത്തേക്ക് നമ്മൾ കാണിക്കാൻ പോകുമ്പോൾ. അപ്പൊ ഒരു ധൈര്യക്കുറവും കാര്യങ്ങളും മനസ്സിലിങ്ങനെ കുറെ കാര്യങ്ങളായിട്ട് നടക്കുമ്പോഴാണ് കഴിഞ്ഞ വർഷം ഷെമേജ് വിളിക്കുന്നത്. മാർച്ച് 27 ലോക നാടക ദിനം. പുള്ളി വിളിക്കുന്നത് മാർച്ച് 20 അങ്ങനെ അടുത്ത ആഴ്ച ഒരു ഗെറ്റ് ടുഗദർ ഉണ്ട്. ഫ്യൂച്ചറായി ലോക നാടക ദിനം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് വിത്ത് ഇഫ്താർ. അപ്പൊ എന്തെങ്കിലും 10 മിനിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഒന്നും ആലോചിക്കാതെ ഓക്കെ പറഞ്ഞു. ആ സമയത്ത് കഥയോ കാര്യങ്ങളൊന്നുമില്ല. മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അങ്ങനെ ആരെങ്കിലും ഒരു 10 മിനിറ്റ് തന്ന ഒന്ന് എന്റെ ഒരു അരങ്ങേറ്റം നടത്താന്ന് വെച്ചിട്ട്. അങ്ങനെ ഞാനത് കഥയൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചു. അപ്പൊ അതിന്റെ ഒരു ത്രെഡ് ഇങ്ങനെ വന്നു. ഒരു ഓർഗൻ മാഫിയക്കൊക്കെ ഉള്ള ഒരു എതിരായിട്ടുള്ള ഒരു ചെറിയ സാധനം. അപ്പൊ നാട്ടിലൊരു ലോട്ടറി വിൽക്കുന്നൊരു ആളുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ കണ്ടപ്പോ ആളെ ഇവിടെ കണക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് കഥ അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നു. കഥ കൂടുതലായിട്ട് കണക്ട് ചെയ്ത് ഇല്ല അല്ല, സോളോ ഡ്രാമയ്ക്ക് ഇപ്പൊ ഒരുപാട് അവസരങ്ങളുള്ള ഒരു കാലഘട്ടമാണ്. എനിക്കറിയാവുന്ന ഒരു ചങ്ങാതിയുണ്ട് ദുബായില്, സുഭാഷ് ദാസ് എന്ന് പറഞ്ഞു. അദ്ദേഹം സോളോ ഡ്രാമകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹം ദുബായിൽ നിന്ന് നാട്ടിലേക്കും പോയിട്ട് സോളോ ഡ്രാമ ചെയ്യുന്നുണ്ട്. അപ്പൊ വേദികൾ ഒരുപാട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ അതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ കൂടുതൽ ഈ പ്രോപ്പർട്ടീസ് വേണ്ട, നമുക്ക് ഒരു സ്റ്റേജ് നമുക്കൊരു. അങ്ങനെയല്ല, സോളോ ഡ്രാമയ്ക്കും അതിൻ്റെതായിട്ടുള്ള ഇദ്ദേഹം പോകുമ്പോ അദ്ദേഹത്തിന്റെ ഒരു 4-4 ആളുകൾ കൂടെ ഉണ്ടാവും. കാരണം അതിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഉണ്ടല്ലോ. എന്റെ കൂടെ മുഹമ്മദ് സാലി, പിന്നെ എന്റെ നെഫ്യൂ സൗരവ്, അനൂപ്, കൊളീഗ്സ് ഉണ്ടാവും, വർഗീസ്, മിസ്റ്റർ കർത്ത. അങ്ങനെ ഒരു ടീം വേണം. പാടന്നെയാണ് സംഗതി. അത് 10-12 മിനിറ്റുള്ളൂ.
പിന്നെന്താ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്കിപ്പോ മറ്റുള്ള നാടകങ്ങളിൽ ചെയ്യുമ്പോൾ നമ്മൾ 2-3 മാസത്തിന്റെ പിന്നാലെ നിൽക്കണം, രാത്രി റിഹേഴ്സൽ. അപ്പൊ അതൊക്കെ ജോലി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ കാരണം അത് ബുദ്ധിമുട്ട് വന്നു തുടങ്ങി. ഞാൻ സജീഷ് ചേട്ടൻ്റെ അടുത്ത് നമ്മളാ പുസ്തക പ്രകാശനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സോളോ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ട്രാഫിക് ആണെങ്കിൽ നമുക്കിപ്പോൾ ചെയ്യാന്ന് പറഞ്ഞു. ഇവിടുന്ന് ചെയ്യാം. ട്രാഫിക് റിഹേഴ്സലൊന്നും ഇല്ലല്ലോ, അത് ഇപ്പൊ വേണേ ഇപ്പൊ ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഞങ്ങൾ സൗദാർന്ന് പറഞ്ഞു വന്നു. പക്ഷെ അത് ചെയ്യണം, അതിന്റെ റിഹേഴ്സൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇപ്പൊ അവിടെ ഏതായാലും പെട്ടെന്ന് തന്നെ വരാൻ പറ്റും, എല്ലാം ഓക്കെ ആവും. ഇങ്ങോട്ട് വരാൻ എന്തെങ്കിലും നോക്കുന്നുണ്ടോ? ഞാനിപ്പോ വെള്ളിയാഴ്ച അങ്ങോട്ട് വരിക, കാരണം സൗദി വിസ ഒന്ന് കിട്ടി. അപ്പോ ഇവിടുന്ന് ഞാൻ ഷാർജയിൽ നിന്ന് ദമാമില് വന്നിട്ട് ദമാമിന്ന് ബൈ റോഡ് കുവൈറ്റിലേക്ക് വരികയാണ്. ഒരു പക്ഷേ സജീഷ് ചേട്ടന് ഇവിടെ കുവൈറ്റ് ബോർഡർ കിടക്കുമ്പോഴായിരിക്കും ഫ്ലൈറ്റ് ഓപ്പൺ ആവുക. നമ്മൾ പറ്റിച്ചേന്ന് പറയും. സാധ്യതയുണ്ട്, അങ്ങനെ പറയുന്നുണ്ട്. ഏതായാലും സേഫ് ആയിട്ടിരിക്കുക. നമുക്ക് ഇത്രയും നേരം സംസാരിച്ചതിന് വിനോദ് ഭായ്, മുനീർ ഭായ്, താങ്ക് യു സോ മച്ച്. Okay. Thank you. Warning, radioactive zone detected. You are listening to Radio Vibe Kuwait. അപ്പോൾ നേരത്തെ സാലിഹായിട്ട് സംസാരിച്ചപ്പോൾ നമ്മൾ ജഡ്ജസിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഫസ്റ്റ് തൊട്ടേ നമ്മൾ കൂടെ വരുന്ന പിന്നെ നമ്മുടെ CS, പിന്നെ എനിക്ക് തോന്നുന്നത് നോട്ടത്തിന് ഇങ്ങനെ പാകപ്പെടുത്തിയെടുത്തതിൽ CS-ൻ്റെ സപ്പോർട്ട് തീർച്ചയായിട്ടും. അപ്പം അതിന് ബിനോട്ടൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് പറയാനുണ്ടാവുമല്ലോ, എങ്ങനെയാണ് ഇതിനെ ഇങ്ങനെ മോൾഡ് ചെയ്തെടുത്തത്, അപ്പോൾ അവരുടെയൊക്കെ സപ്പോർട്ട് എങ്ങനെ. മാത്രമല്ല കുറേ പേര്, പ്രമുഖരായ കുറേ ആളുകൾ ജഡ്ജസ് ആയിട്ട് വന്നുപോയി. ഇപ്പം ഓരോ എഡിഷൻ കഴിയുന്തോറും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഡോക്ടർ ബിജു ആയിരുന്നു. ഡോക്ടർ ബിജു അഭിലാഷ്. അപ്പം മാത്രമല്ല ഈ മെയിൻ സ്ട്രീം സിനിമകളിൽ ആഘോഷിക്കപ്പെടുന്ന ഡയറക്ടർമാർ അങ്ങനെയല്ല. അപ്പോൾ പൊതുവെ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ ഒരു സെലിബ്രിറ്റി മൂഡ് എന്നതിനേക്കാൾ അപ്പുറം സിനിമയെ കുറച്ചുകൂടെ ഗൗരവമായിട്ട് കാണുന്ന, സിനിമയെ അക്കാദമിക്കായിട്ട് സിനിമയെ പിന്തുടരുന്ന ആളുകളെ, ലോക സിനിമകളെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളെയൊക്കെയാണ് നമ്മൾ നോട്ടത്തിലൂടെ പരിചയപ്പെടുത്തുന്നത്. അതിന് ഒരു എൻ്റയർ കുവൈത്ത് പ്രേക്ഷക സമൂഹത്തിൻ്റെ ഒരു പാർട്ട് എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ ഒരു നന്ദി അറിയിക്കുകയാണ്. കാരണം അങ്ങനെ ഒരു അവസരം കിട്ടിക്കൊള്ളണം എന്നില്ല നമുക്ക് പ്രവാസ ജീവിതത്തിനിടയിൽ. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഈ ജഡ്ജസിൻ്റെ ഒക്കെ തിരഞ്ഞെടുപ്പൊക്കെ എങ്ങനെയാണ്? അല്ല, ഒരു പ്രോഗ്രാം വിജയിക്കണമെങ്കിൽ അതിൻ്റെ ചില ഘടകങ്ങളുണ്ട്. ഒരു ഫിലിം ഫെസ്റ്റിവൽ വിജയിക്കണമെങ്കിൽ ഒന്ന്, അതിൻ്റെ സ്ക്രീനിങ് പ്രോപ്പറായിരിക്കണം. അതുപോലെ പ്രേക്ഷകർക്ക് വന്നത് സിനിമ ആസ്വദിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കണം. പിന്നെ ഉള്ളത് അതിൻ്റെ ജൂറിയാണ്. ഒരു വളരെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം വിധി നിർണയം എന്നുള്ളതും ഇതിലെ ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യം നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. എനിക്ക് തോന്നുന്നത് 2013-ലും 2014-ലും സാധാരണ നമ്മൾ കുവൈറ്റിലെ ആളുകൾ തന്നെയാണ് നമ്മൾ ജൂറിയായിട്ട് നിലനിർത്തിയത്. അതിനുശേഷമാണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു ചിന്തയിലേക്ക് പോകുന്നത്. കാരണം ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങുമ്പോൾ ഇത് ഇത്ര വർഷം പോകുമെന്നുള്ളൊരു ചിന്തയില്ലല്ലോ. അപ്പോൾ ആദ്യത്തെ 2 എഡിഷനുകളുടെ വിജയം കണ്ടപ്പോൾ മനസ്സിലായി ഇത് ഒരു സിനിമാ സംസ്കാരം ഇവിടെ ഉണ്ടാക്കണമെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ നമ്മളിവിടെ കൊണ്ടുവരണം. അതോടൊപ്പം തന്നെ ആ വരുന്ന ആളുകൾക്കും ഇതിനോടൊരു താല്പര്യമുണ്ടാവണം. വെറുതെ മെയിൻ സ്ട്രീം ഫിലിമിലുള്ള ആളുകളെ കാണിക്കുക എന്നുള്ളതല്ലല്ലോ നമ്മുടെ ചുമതല. നമ്മുടെ ചുമതല എന്ന് പറയുന്നത് ഇവിടെ സിനിമ എടുക്കുന്ന ആളുകൾക്ക് എന്തെല്ലാം കോൺട്രിബ്യൂഷൻസ് നമ്മളേതായിട്ടുള്ള രീതിയിൽ കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അവരുടെ വളർച്ചയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുവരുവാനായിട്ടുള്ളൊരു ശ്രദ്ധ നോക്കുമ്പോഴാണ് CS-ൻ്റെ പേര്, എൻ്റെ ഫാദർ ഇൻ ലോ, അവർ സുഹൃത്തുക്കളാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നു, അപ്പം ഞാനിങ്ങനെ നാട്ടിൽ പോയിട്ട് ആരെ കിട്ടും എന്നുള്ള ഒരു ചിന്തയിൽ ഇങ്ങനെ വെപ്രാളപ്പെട്ട് ഇങ്ങനെ നടക്കുകയാണ്. പല ആളുകളടുത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ഇങ്ങനെ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ ഞാൻ വേറെ ആളുകളെ വിളിക്കുമ്പോൾ ഫാദറിന് എന്താണ് പ്രശ്നം? ഞാൻ പറഞ്ഞു ഇങ്ങനെ ഈ ഫിലിം ഫെസ്റ്റിവലാണ്, അപ്പോൾ അതിന് ജൂറിനെ പ്രോപ്പറായിട്ടുള്ളൊരു ജൂറി വേണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നാൽ നീ CS-നെ വിളിച്ചോളൂ,
CS ഞാൻ വിളിച്ചു പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ CS വിളിക്കുന്നു. അതിനുശേഷം ആ സമയത്ത് തന്നെ സണ്ണി ജോസഫിനെ, CS തന്നെയാണ് കണക്ട് ചെയ്യുന്നത്, സണ്ണി ജോസഫിനും മണിലാലിനെയും. അങ്ങനെ അവർ വരുന്നു. അപ്പോൾ അവരുടെ പ്രത്യേകം ക്ലാസ്സുകൾ നമ്മൾ ടെക്നിക്കൽ വർക്ക്ഷോപ്പ് ത്രൂ സെപ്പറേറ്റ് ക്ലാസ് വയ്ക്കുന്നു. അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കോൺട്രിബ്യൂഷൻസ് നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ഫിലിമിന് ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് പഠിക്കുവാനായിട്ട് ഈ ഇത്തരത്തിലുള്ള ടെക്നിക്കൽ വർക്ക്ഷോപ്പുകളിൽ വന്നിരുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. കാരണം ഒരു ശബ്ദത്തിൻ്റെ പ്രത്യേകത എന്താണ്, ഫിലിമിൽ ഷോർട്ട് ഫിലിമിൽ സാധാരണ രീതിയിൽ ഉള്ള മ്യൂസിക്കുകൾ കയറ്റി വിടുന്നതിനേക്കാൾ ഉപരിയായിട്ട് ശബ്ദത്തിനും നിശബ്ദതയ്ക്കും സിനിമയിലുള്ള പ്രാധാന്യം, അതുപോലെ എഡിറ്റിങ്ങിൻ്റെ പ്രാധാന്യം, ഈ ക്യാമറ ആംഗിളുകൾ, ക്യാമറ എങ്ങനെ ഒരു സബ്ജക്റ്റിനെ എങ്ങനെ നിങ്ങളുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾക്ക് ഒറ്റ നിമിഷം കൊണ്ട് ആ സബ്ജക്റ്റിനെ എങ്ങനെ പ്ലേസ് ചെയ്യണം എന്നുള്ള രീതികളെക്കുറിച്ചൊക്കെ തന്നെ ഇവിടുത്തെ സിനിമാ പ്രവർത്തകർക്ക് പഠിപ്പിച്ചു കൊടുക്കുവാനായിട്ട് ഇത്തരത്തിലുള്ള ആളുകൾ, ഈ വന്ന നമ്മുടെ സംവിധായകരായാലും ക്യാമറ ടെക്നീഷ്യൻസ് ആയാലും അതുപോലെ എഡിറ്റിങ്ങും സ്ക്രിപ്റ്റിങ്ങും അതിനെക്കുറിച്ചൊക്കെ തന്നെ അവർ വിശദമായിട്ട് പഠിപ്പിക്കുവാനുള്ളൊരു അവസരം കൂടി നമ്മൾ ഇതിലേക്ക് ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ അരവിന്ദ് കൃഷ്ണ എനിക്ക് തോന്നുന്നു നോട്ടത്തിൽ സ്ഥിരമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളാണ്. മാത്രമല്ല അരവിന്ദ് കൃഷ്ണ നമ്മുടെ ഒരു ഭാഗം കൂടിയാണ്. ഈ വിബ്ജുവറിൻ്റെ അതിൻ്റെ ന്യൂസ് റിപ്പോർട്ടിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സജീവമായി നിൽക്കുന്ന ആളാണ്. കഴിഞ്ഞ നോട്ടത്തിലും അരവിന്ദ് കൃഷ്ണ സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അരവിന്ദ് കേൾക്കാമോ? കേൾക്കാം. നമസ്കാരം. എവിടെയാണ് ഇപ്പോൾ? ഞാൻ പുറത്താണുള്ളത്. സേഫ് അല്ലേ? കുവൈറ്റിൽ തന്നെയല്ലേ? ഓക്കെ. കുവൈത്തിൽ ഞങ്ങളിങ്ങനെ നോട്ടം അതിൻ്റെ നാൾ വഴികളൊക്കെ ആയിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അരവിന്ദിന്റെ നോട്ടം അനുഭവങ്ങൾ പങ്കുവെച്ചോളൂ. എനിക്ക് പറഞ്ഞ നോട്ടത്തിൽ ഞാൻ കഴിഞ്ഞതിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിനു മുമ്പത്തെ ഒരു നോട്ടം ഫിലിം ഫെസ്റ്റിവലിൽ മാത്രമേ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഒരു ഫിലിം ഭ്രമരം എന്നുള്ള ഒരു ഫിലിമാണ് ഉണ്ടായിരുന്നത്. അതിലൊരു ബെസ്റ്റ് ആക്ട്രസും കഴിഞ്ഞ ഫിലിം ഫെസ്റ്റിവലിൽ ഉണ്ടായിരുന്നില്ല. എൻ്റെ ഫിലിം ഉണ്ടെന്നത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഒരു ഒറ്റ വർഷമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഭ്രമരത്തിന് ആക്ട്രസിനുള്ള അവാർഡ് ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റും ആക്ട്രസിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അല്ല, അരവിന്ദ് കഴിഞ്ഞ ഫിലിം ഫെസ്റ്റിവലിൽ സത്താറിന്റെ AD ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതെ. രണ്ട് ഫിലിമുകളിൽ അസോസിയേറ്റ്. അങ്ങനെ 2 ഫിലിം ഉണ്ടായിരുന്നു. അപ്പൊ ദുബൈയിൽ പ്രവാസ ജീവിതം നയിക്കുമ്പോൾ എങ്ങനെയാണ് നോട്ടത്തിലേക്ക് എത്തുന്നത്? ശരിക്കും പറഞ്ഞാൽ ദുബായിന്ന് എനിക്ക് ഫിലിം ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന സമയമായിരുന്നു. അതെന്തായാലും നോട്ടത്തിലേക്ക് വേണ്ടി ചെയ്ത സിനിമ തന്നെയായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് നോട്ടം ഒരു ചെറിയ ഡിലേ ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ഗ്യാപ്പ്, ഒരു മാർച്ചിൽ പിന്നെ നെക്സ്റ്റ് ഡിസംബറിലാണ് ആ ഫിലിം ഫെസ്റ്റിവൽ വന്നത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, കാരണം പോകുന്നതിന് മുമ്പ്. പക്ഷെ നടന്നില്ല. പക്ഷെ ഞാൻ തിരിച്ച് അത് സബ്മിറ്റ് ചെയ്തു. പിന്നെ തിരിച്ചത് കാണാനായിട്ട് വീണ്ടും വരികയും ചെയ്തു. അങ്ങനെ ഒരു സത്യം പറഞ്ഞാൽ നോട്ടം, കാരണം ഞാൻ ദുബായിൽ ഇരിക്കുമ്പോൾ തന്നെ കുറെ ഫിലിം ഫെസ്റ്റിവൽ, അവിടെ കുറെ സിനിമാ പ്രദർശനങ്ങൾക്കൊക്കെ പോയിട്ടായിരുന്നു. ആ സമയത്തൊക്കെ നോട്ടത്തിനെ കുറിച്ചൊക്കെ വളരെ നല്ല പോസിറ്റീവ് റിവ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ കുറച്ചായിട്ടാണ് തോന്നുന്നത് അവിടെ നിന്നും സിനിമകളൊന്നും ആദ്യം വരാത്തത്. എന്ന് വെച്ചാൽ ആദ്യകാലങ്ങളിലൊക്കെ നിറയെ സിനിമകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് പേരെ പരിചയപ്പെട്ടപ്പോഴൊക്കെ പറഞ്ഞിരുന്നത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്റെ ടൈമിങ് കാര്യങ്ങളൊക്കെ ഒന്നും സെറ്റ് ആവാത്തതെന്ന് വെച്ചാൽ ആ ഒരു സമയം ശരിയായി വരാത്തത് കൊണ്ടാണ് പലരും സബ്മിഷൻ നടത്താത്തതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ദുബായിലുള്ള പ്രവാസികൾക്ക് ഒത്തിരി അവസരങ്ങൾ ഉണ്ട്. അവിടെ ഒരുപാട് ഫിലിം ഷോസുകൾ നടക്കുന്നുണ്ട്. ഷോർട്ട് ഫിലിമുകളുടെ ഷോ ആയിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഫെസ്റ്റിവലായിട്ട് നടക്കുന്നുണ്ടോന്ന് അറിയില്ല. ഫെസ്റ്റിവലായിട്ട് നടക്കുന്നുണ്ട്. ഷാർജയിലൊക്കെ കുറച്ച് ചെറിയ ഫെസ്റ്റിവലൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ കണ്ടിന്യൂസ് അല്ല. ഇതുപോലെ നോട്ടം പോലെ എല്ലാ വർഷവും നടത്തുന്ന ഫിലിം ഫെസ്റ്റിവലല്ല. ഇപ്പൊ ഒരു ഫിലിം ഫെസ്റ്റിവൽ നടത്തി പിന്നെ നെക്സ്റ്റ് അതെപ്പോ ഉണ്ടാവും എന്നൊന്നും അറിയാത്ത ഒരു ഫിലിം ഫെസ്റ്റിവൽ, കണ്ടിന്യൂറ്റി ഇല്ലാത്തതാണ് എല്ലാ ഫിലിം ഫെസ്റ്റിവലും. ഞാനും അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വർഷം. പിന്നെ അതിനുശേഷം അവർ പിന്നെ നടത്തിയില്ല. അതൊരു അസോസിയേഷനാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. നോട്ടത്തിന്റെ ഡയറക്ടർ നമ്മളെ കൂടെ ഉണ്ട്. നോട്ടം ഫെസ്റ്റിവലിന്റെ ഡയറക്ടർ അതെ. ഫിലിം ഫെസ്റ്റിവലേ ഈ കണ്ടിന്യൂറ്റി ഇല്ലാതിരിക്കുന്നതിനുള്ളൊരു കാരണം വെച്ചാൽ നടത്താനുള്ളൊരു ബുദ്ധിമുട്ടാണ്.
അത് നമ്മളൊരു നോട്ടത്തിനൊരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ 2014 ശേഷം പിന്നെ 2023 കഴിഞ്ഞിട്ട് പിന്നെ 24 ഡിസംബറിലാണ് ചെയ്ത്. 23 മാർച്ച് കഴിഞ്ഞിട്ട് 24 ഡിസംബറിലാണ് ചെയ്ത്. ഒരു വലിയൊരു ഗ്യാപ്പ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അല്ല, അത് കോവിഡ് കഴിഞ്ഞിട്ടുള്ളൊരു സമയമായിരുന്നല്ലോ 2023 വരുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മുടെ സാധാരണ രീതിയിൽ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് ഡിസംബറിൽ തന്നെയാണ്. അപ്പോൾ ആ ഡിസംബറിലെയാണ് നമ്മൾ പിന്നെ അത് മാർച്ചിലേക്ക് മാറുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ എല്ലായ്പ്പോഴും ഡിസംബറിൽ തന്നെയാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം സബ്മിഷൻ എനിക്ക് പാതി ചെയ്തു വെച്ചൊരു ഫിലിം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ 1-2 അസോസിയേറ്റ് ചെയ്ത കാരണം 1-2 സിനിമ അത് പിന്നെ എന്റെ പ്രൊജക്ട് ഞാൻ ഡിലേ ചെയ്തു. അതെന്തായാലും അടുത്ത വർഷം എന്തായാലും സബ്മിഷൻ ആയിട്ടുണ്ടാവും. അത് ചെയ്തു വെച്ചിട്ടുണ്ട്, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നോട്ട ഫിലിം ഫെസ്റ്റിവലിനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മ ഒരിക്കൽ മാത്രമേ പങ്കെടുത്തിട്ടില്ലെങ്കിൽ കൂടെ നെക്സ്റ്റ് ടൈം എന്തായാലും ആ ഒരു സിനിമകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഒക്കെ ഉണ്ട്. ഇപ്പൊ തന്നെ നേരത്തെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം വളരെ നന്നായിട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴേക്കും തന്നെ നോട്ടിഫിക്കേഷൻ വന്നു. ഡിസംബറിലാണ് സബ്മിഷൻ വന്നത്. ഒരുപാട് സമയം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് എല്ലാവർക്കും പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ടൈം കിട്ടുന്നുണ്ട് ശരിക്കും. ഇത്തവണയും അതുപോലെ തന്നെ നേരത്തെ തന്നെ അത് ചെയ്യും. നമ്മൾ സെപ്റ്റംബർ ഒക്ടോബറോടുകൂടി തന്നെ ഫിലിംസ് എൻട്രി ക്ലോസ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും പെട്ടെന്ന് തന്നെ ഇവിടെയുള്ള ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കപ്പെടട്ടെ. നമ്മളൊരു നോർമൽസിയിലേക്ക് പെട്ടെന്ന് തന്നെ വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അരവിന്ദ്, ഏതായാലും സംസാരിച്ച് നോട്ടത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ചതിന് നന്ദി. അരവിന്ദിനെ തീരെ കാണാൻ കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ സേഫായിരിക്കുക. Good night. Warning, radioactive zone detected. You are listening to Radio Vibe Kuwait. വിനോട്ട, ഞാൻ ഈ നോട്ടം ഫെസ്റ്റിവലെ കുറിച്ച് നമ്മൾ പൊതുവേ പ്രവാസ ലോകത്ത് മാത്രമല്ല, ഇപ്പം ഇന്ത്യയിലൊക്കെ തന്നെ ഒത്തിരി ഫെസ്റ്റിവലുകൾ നടക്കുന്നുണ്ട്. ഫിലിം ഫെസ്റ്റിവൽ മുക്കിന് നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഫിലിം ഫ്രീ ഒരു സൈറ്റില്ലേ, അതിൽ കയറി നോക്കിയാൽ ഒരു 10-500 ഫെസ്റ്റിവൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലൊക്കെ. അതിലൊക്കെ നമ്മൾ സിനിമ സബ്മിറ്റ് ചെയ്യുക, 500 രൂപ 400 രൂപ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. ഇതിൽ സബ്മിറ്റ് ചെയ്ത് പങ്കെടുക്കുന്ന ആൾക്കാർക്കൊക്കെ അവാർഡും സർട്ടിഫിക്കറ്റും കൊടുക്കുക. ഇങ്ങനൊരു സ്ക്രീനിങ് ഒന്നും നടക്കുന്നൊന്നുമില്ല. ഇതൊക്കെ ഒരു ഫണ്ട് റൈസിങ് പോലെയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ നോട്ടം അതിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ സിനിമ കാണിക്കുന്നു, സിനിമകൾ എത്ര 50 സിനിമയാണെങ്കിൽ 50 സിനിമയിൽ ഇരുന്ന് കാണുന്നു, എല്ലാവർക്കും സിനിമ പ്രദർശിപ്പിക്കുന്നു. അതിനുശേഷം ഈ സിനിമയെ ഇഴകീറി പരിശോധിക്കുന്ന, അതിൻ്റെ ഓരോ പോയിന്റുകളും നോക്കുന്ന ഒരു വളരെ ഉപകാരപ്രദമായ സിനിമ പ്രവർത്തകർക്ക് ഉപകാരപ്രദമായ വർക്ക്ഷോപ്പ് നടക്കുന്നു. അതാണ് ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്നുള്ളത്. ഈ സിനിമ വർക്ക്ഷോപ്പ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് എങ്ങനെ എത്തിയത്? സിനിമ വർക്ക്ഷോപ്പ് എന്നുള്ളൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സിനിമകളെ നന്നാക്കുക എന്നുള്ളതാണ്. ഇവിടുത്തെ ആളുകളെ പഠിപ്പിക്കുക എന്നുള്ളൊരു പ്രോജക്റ്റായിരുന്നു നമ്മൾ ആദ്യമേ തന്നെ മനസ്സിൽ കണ്ടിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു മാർക്ക് ഷീറ്റ് പോലും കൊടുത്തിരുന്നത് നമ്മൾ. അതായത് ഓഡിയൻസ് പോലും ഇരുന്നിട്ട് ഓരോ ഫിലിമിനെ കുറിച്ചും വിലയിരുത്തുകയാണ്. അതിൽ അപ്പോൾ ഒരു ഫിലിമിനെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് എന്നുള്ള രീതിയിലുള്ളൊരു മാർക്ക് ഷീറ്റ്, സ്ക്രിപ്റ്റിന് എത്ര മാർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ക്യാമറ സ്ക്രിപ്റ്റിംഗ്, അതുപോലെ ഡയലോഗ്, ഇത് അങ്ങനത്തെ ഉള്ളൊരു കാറ്റഗറി മൊത്തം തന്നെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് ആ മാർക്ക് ഷീറ്റിൽ. അപ്പോൾ പ്രേക്ഷകൻ കൂടി പഠിക്കുകയാണ്. അതോടൊപ്പം അതിൻ്റെ ഒരു രഹസ്യം എന്ന് പറയുന്നത്, അടുത്ത വർഷം അവന് കൂടി സിനിമ എടുക്കാനുള്ളൊരു താല്പര്യം കൂടി അവന് ഈ മാർക്ക് ഷീറ്റ് കൊടുക്കുന്നതിലൂടെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതായത് പ്രേക്ഷകനെ കൂടി ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലേക്ക് എന്നുള്ളൊരു ലക്ഷ്യമാണ് തുടക്കത്തിലെ തന്നെ നമുക്കുണ്ടായിരുന്നത്. ഇതിൻ്റെ ഉദ്ദേശം തുടക്കത്തിലെ തന്നെ നമ്മൾ അതിൻ്റെ ഈ പ്രോജക്റ്റ് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പ്രിപ്പയർഡാണ്. ഏതായാലും കുറേ സിനിമാ പ്രവർത്തകരെ കുവൈറ്റിൻ്റെ മണ്ണിൽ ഇപ്പോൾ അവർക്ക് കുവൈത്തിൽ സിനിമാ പ്രവർത്തകർക്കായിട്ടൊരു കൂട്ടായ്മയൊക്കെ ഉണ്ട്, കുവൈത്ത് ഫിലിം എന്തൂസിയാസ്റ്റ്. അങ്ങനെ കുവൈറ്റിൽ സജീവമായ ഒരു സിനിമ കൾച്ചർ ഉണ്ടാക്കിയെടുക്കുന്നതിൽ നോട്ടം എന്നുള്ള ഒരു ഇൻ്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൻ്റെ പങ്ക് ഒരിക്കലും നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. അതിന് മുൻകൈയെടുത്ത കേരള അസോസിയേഷൻ്റെ എല്ലാ പ്രവർത്തകർക്കും ഭാരവാഹികൾക്കും
ഒപ്പം അതിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന വിനോദേട്ടനും, ഒപ്പം അതിൻ്റെ കൂടെ തന്നെ സഞ്ചരിക്കുന്ന CS വെങ്കടേശ്വരൻ പോലുള്ള പ്രതിഭാശാലികളായ ചലച്ചിത്ര വിശാരദന്മാർക്കും ഒക്കെ നന്ദി അറിയിക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ ഈ ഒരു സംസാരത്തിന് ഇത് നോട്ടത്തെക്കുറിച്ച് പറഞ്ഞാൽ, അല്ലെങ്കിൽ കുവൈറ്റിലെ സിനിമാ പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സമയം മതിയാകില്ല. എങ്കിലും നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ട് തൽക്കാലം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അവസാനമായിട്ട് എന്താണ് അതിനോട്ടത്? അല്ല, പ്രേക്ഷകരോട് പറയാനുള്ളത്, എനിക്ക് ഈ സന്ദർഭങ്ങളിൽ ഇപ്പോൾ നോട്ടത്തെക്കുറിച്ചല്ല എനിക്ക് പറയാനുള്ളത്, ഈ സമയം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ എല്ലാവരും ഒരു ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് എപ്പോഴാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരുക എന്നുള്ളത്. പക്ഷേ നമ്മളുടെ ആ ആകാംക്ഷ നിലനിൽക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മളെ മുന്നോട്ട് നയിക്കാനായിട്ട് നമ്മൾ ചില ക്രമീകരണങ്ങൾ നമ്മൾ സ്വയം ചെയ്യേണ്ടതുണ്ട്. അതിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ളൊരു അച്ചടക്കം പാലിക്കുക എന്നുള്ളതാണ്. ഞാൻ എല്ലായ്പ്പോഴും എവിടെ ചെന്ന് സംസാരിക്കുമ്പോഴും ഞാൻ എല്ലാവരോടും പറയുന്നത് ഇത്തരത്തിലുള്ളൊരു കാര്യമാണ്. നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ളൊരു അച്ചടക്കം പാലിക്കുക എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിലുള്ളൊരു ക്രൈസിസ് വരുമ്പോൾ നമ്മുടെ കയ്യിൽ സാമ്പത്തികമായിട്ടുള്ളൊരു സ്ഥിരതയില്ലെങ്കിൽ നമ്മൾ എപ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അത്തരത്തിലുള്ളൊരു അവസ്ഥ ഇല്ലാതാക്കാനായിട്ട് നമ്മൾ ഓരോ മാസം കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ ചെറിയ ഒരു തുക നിങ്ങൾ സേവിങ്സിലേക്ക് മാറ്റുക എന്നുള്ളത് വളരെയധികം അത്യാവശ്യമാണ്. നമ്മളുടെ സാമ്പത്തികമായിട്ട് നമ്മൾ സ്വതന്ത്രനാണെങ്കിൽ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളെയും നേരിടാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് തന്നെ വളരെയധികം വ്യത്യാസമായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനായിട്ടുള്ളൊരു ശക്തി കൂടുതലായിരിക്കും. അപ്പോൾ അത്തരത്തിൽ എല്ലാവരും സ്വയം ഒരു സാമ്പത്തിക അച്ചടക്കം പാലിക്കുക, എല്ലാത്തരം ക്രൈസിസുകളെയും നേരിടുവാനുള്ളൊരു നേരിട്ട് സ്വാതന്ത്ര്യം ത്തോടുകൂടി തന്നെ ജീവിക്കുവാനുള്ളൊരു അവസരം സ്വയം ഉണ്ടാക്കണം. അല്ലാതെ നമ്മൾ ഗവൺമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തോ അല്ലെങ്കിൽ മറ്റുള്ള അസോസിയേഷനുകളുടെ ഡിപ്പെൻഡ് ചെയ്യുകയോ എന്നുള്ളതല്ല നമ്മുടെ ജീവിത ലക്ഷ്യം എന്നുള്ളത്. നമ്മളെല്ലായ്പ്പോഴും ഇത്തരത്തിലുള്ളൊരു ആശയം കൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. പ്രത്യേകിച്ചും യുവജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് അതാണ്. കാരണം അവർ ആർഭാടങ്ങളിലേക്ക് കൂടുതൽ പോവുകയാണ്. അവർ വരവിനേക്കാൾ കൂടുതൽ ചെലവഴിക്കുകയാണ്. ഇപ്പോൾ കുവൈറ്റിനെ സംബന്ധിച്ചാണെങ്കിലും, അല്ലെങ്കിൽ നാട്ടിലെ ഉള്ള ഒരു സൗകര്യം എന്ന് പറയുന്നത് എല്ലാം നിങ്ങൾക്ക് EMI കിട്ടൂ എന്നുള്ളതാണ്. ഈ EMI നിങ്ങൾ അടുത്ത അല്ല 2 വർഷത്തേക്കോ 3 വർഷത്തേക്കൊക്കെ EMI എടുത്തിട്ടായിരിക്കും പല സാധനങ്ങളും വാങ്ങിക്കുന്നത്. പക്ഷേ അതൊക്കെയും നിങ്ങൾ അത്തരത്തിലുള്ള സൗകര്യങ്ങളിലേക്ക്, ആർഭാടങ്ങളിലേക്ക് പോകാതെ തന്നെ ജീവിതത്തിന് ഒരു നിയന്ത്രണ രേഖ നിങ്ങൾ കൊണ്ടുവരണം. ഒരു നിയന്ത്രിതമായിട്ടുള്ള ഒരു രീതിയിലൂടെയുള്ള ഒരു ജീവിതം നയിച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ വിഷമങ്ങളോ നമുക്കുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ എല്ലാം രത്നച്ചുരുക്കം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കമാണ്. വരവിനേക്കാൾ കൂടുതൽ ചെലവഴിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ്. ഏതായാലും ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു ഉപദേശമാണിത്. കാരണം നമ്മുടെ മുന്നിൽ ഒരു അനിശ്ചിതത്വത്തിൻ്റെ വാള് തൂങ്ങിക്കിടക്കുന്നുണ്ട്. ഈ ഒരു അനിശ്ചിതത്വം എത്രയും പെട്ടെന്ന് മാറട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സംസാരം അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. എല്ലാവരും സേഫായിരിക്കുക. ഗുഡ് നൈറ്റ്. Good night. Warning, radioactive zone detected. You are listening to Radio Vibe Kuwait.